സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏകമേവ ധ്വജകാര്യമസ്മദ്വൈരിവിനാശനം. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയീം. വാണീ ദോഷമശേഷമാശുകളഞ്ഞെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ 3-ാം ദിവസമായ ഇന്നത്തെ ദീപാരാധനയ്ക്കുള്ള ഈ ഒരു നല്ല നിമിഷത്തിലേക്ക് സ്വാഗതം. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരനും ജഗദീശ്വരിയും നമുക്ക് ആവോളം നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വാക്കും ചിന്തയും പ്രവൃത്തിയുമെല്ലാം ഗുണകരമായി വന്ന് ഭവിക്കുന്നതിന് പുണ്യമാർന്ന ഈ ഒരു നല്ല ദിവസങ്ങൾ ചൈതന്യ സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയുടെ അനിർവചനീയമായിരിക്കുന്ന ആനന്ദ ഗുണഗണങ്ങളെ സ്വീകരിക്കപ്പെടുവാൻ നല്ലവരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇന്നും എപ്പോഴും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വളരെ വിശേഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഇന്ന് നമ്മളുടെ യജ്ഞശാലയിലേക്ക് ഉത്തമനായിരിക്കുന്ന കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പരിപൂർണനായിരിക്കുന്ന ഭഗവാന്റെ പരിപൂർണ അവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണസ്വാമിയുടെ അവതാരമുണ്ടായ ദിവസമാണ്. ഭഗവാനെ വളരെ ഗംഭീരമായിട്ടാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. ഭഗവാന്റെ ഗുണഗണങ്ങളെ ഭാഗവതത്തിൽ നിറയെ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി ഉൾക്കൊണ്ടവരാണ്. യഥാർത്ഥമായിരിക്കുന്ന തൻ്റെ ഭക്തരെ കാത്തു രക്ഷിക്കുവാൻ വേണ്ടി തന്നെ ആഗ്രഹിച്ചവരെ, തന്നെ സ്വീകരിക്കപ്പെട്ടവരെ എല്ലാം ഒരിക്കൽ പോലും ഭഗവാൻ തള്ളിക്കളയാതെ തൻ്റെ ഓരോ അവതാര കാലങ്ങളിൽ താൻ മാറ്റിവെച്ചിട്ടുള്ള അവർക്ക് കൊടുത്തിട്ടുള്ള വാക്കുകൾ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ഭഗവാൻ പരിപൂർണമായി എടുത്ത അവതാരമായിരുന്നു കൃഷ്ണാവതാരം. കൃഷ്ണാവതാര കാലത്തിന് എത്രയോ കാലം മുമ്പ് മുതലേ ദേവലോകത്ത് അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. എല്ലാവരെയും വിളിച്ചു. തൻ്റെ ഓരോ അവതാരങ്ങളിൽ താൻ ബാക്കി വെച്ചിട്ടുള്ളവരെ എല്ലാവരെയും ഭഗവാൻ വിളിച്ചു. അവരോടെല്ലാം ഭഗവാൻ പറഞ്ഞു, ഞാനൊരു പരിപൂർണമായിരിക്കുന്ന അവതാരം എടുക്കുകയാണ്. കൃഷ്ണനായിട്ട് ഞാൻ അവിടെ അവതരിക്കുന്ന സമയത്ത് എന്നോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് എല്ലാ ദേവന്മാരോടും യക്ഷന്മാരോടും കിന്നരന്മാരോടും ഗന്ധർവന്മാരോടും കിംപുരുഷന്മാരോടും എല്ലാവരോടും പറഞ്ഞു. ഭഗവാനെ ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഞാൻ വേണ്ട വിധത്തിലുള്ള സാന്നിധ്യം നൽകുകയാണ്. നിങ്ങൾക്കെല്ലാം അതിനുള്ള ഒരു സാധ്യത നൽകുകയാണ്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം അവതരിക്കണം. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം അവതരിച്ച് പരിപൂർണമായ തലത്തിലേക്ക് മാറപ്പെട്ടു. ഭഗവാനെ ഒരിക്കൽ ഒരിക്കൽ മഹാലക്ഷ്മി തൻ്റെ മടിയിലിരുത്തി ഭഗവാനെ താലോലിക്കുന്നത് കണ്ട ഒരു ദേവിയുണ്ടായിരുന്നു. ആ ദേവി ഒരിക്കൽ ഭഗവാനോട് മനസ്സിൽ ചിന്തിച്ചു, ഇത്രമാത്രം ഭഗവാനെ താലോലിക്കുവാൻ ഒരാൾക്കൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് എത്രമാത്രം സൗഭാഗ്യമുള്ളതാണ്. എനിക്കങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകുമോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടുകൂടി വൈകുണ്ഠത്തിൻ്റെ പടികൾ ഇറങ്ങിപ്പോകുമ്പോൾ ഭഗവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു, അങ്ങനെ ഒരു വലിയ സൗഭാഗ്യമുണ്ടാകട്ടെ.
ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ അതിന് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥാപാത്രത്തെ ഭഗവാൻ തൻ്റെ കൃഷ്ണാവതാരത്തിന് മുമ്പേ, ഭഗവാൻ അവതരിക്കുന്നതിന് കുറേ ദിവസങ്ങൾക്ക്, കുറേ കാലങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായ ഒരു അവതാരമുണ്ടായിരുന്നു. വൃഷഭാനുവിൻ്റെയും കലാവതിയുടെയും മകളായി പിറന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവളുടെ പേരാണ് രാധ എന്ന. ആ രാധ എന്ന വ്രജമണ്ഡലത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന വൃഷഭാനു, വ്രജമണ്ഡലം എന്ന് പറയുന്നത് ഒരു വലിയ പശുക്കളുടെ ഒക്കെ ഒരുപാട് സംഖ്യകൾ കൂടുതലുള്ള ഭാഗത്തിനാണ് വ്രജമണ്ഡലം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് പശുക്കളും അതിൻ്റെ ചുമതലകളും ഒക്കെയാണ് അവിടെയുള്ളത്. അങ്ങനെ അനവധി വ്രജമണ്ഡലങ്ങളുണ്ട്. അതിലെ ഒരു വ്രജമണ്ഡലത്തിൻ്റെ ഉത്തരവാദിത്തമാണ് വൃഷഭാനുവിന്. അങ്ങനെ ഒരുപാട് വ്രജമണ്ഡലങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഭഗവാന്റെ അച്ഛന് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്രജമണ്ഡലത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള വൃഷഭാനുവിൻ്റെയും കലാവതിയുടെയും മകളായി പിറന്ന രാധ, ഉത്തമ ഭക്തിയുടെ പര്യായമായി ലോകം മുഴുവൻ അന്നും ഇന്നും എന്നും കാണുന്ന രാധ, ആ രാധയുടെ പരിപൂർണമായിരിക്കുന്ന സാന്നിധ്യം അവിടെ അമ്പാടിയിൽ ഏറ്റവും കൂടുതൽ വിശേഷമായിരുന്നു. ഭഗവാനേക്കാൾ മുതിർന്ന ആളായിരുന്നു രാധ. ഭഗവാനെ പ്രസവിച്ചു കഴിഞ്ഞ് യശോദാദേവി ഭഗവാനെ വളർത്തി തുടങ്ങുന്ന കാലത്ത് തൻ്റെ അടുക്കലേക്ക് വരുന്ന, ആഗ്രഹത്തോടു കൂടി വരുന്ന രാധയോട് യശോദാമ്മയാണ് പറഞ്ഞു കൊടുത്തത്, എൻ്റെ കണ്ണനെ നീ നന്നായി നോക്കണം, എൻ്റെ കുറവുകളൊന്നുമില്ലാതെ അവനെ നന്നായി നോക്കണം എന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് രാധാദേവി ഭഗവാനെ പരിചരിക്കപ്പെട്ടത്. പക്ഷേ കാലം കണ്ടതും ലോകം കണ്ടതുമെല്ലാം ഭഗവാന്റെ കാമുകിയായിട്ടായിരുന്നു രാധയെ കണ്ടത്. പക്ഷേ അവരുടെ രീതികൾ കണ്ടപ്പോൾ ഒരമ്മ എങ്ങനെയാണോ തൻ്റെ മകനെ ഏറ്റവും കൂടുതൽ ലാളിക്കുന്നത്, എങ്ങനെയാണോ പരിപാലിക്കുന്നത്, അത്രമാത്രം ലാളനയോടെയും പരിലാളനയോടെയും കൂടിയായിരുന്നു രാധാദേവി ഭഗവാനെ നോക്കിയത്. ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ കുളിയെല്ലാം കഴിഞ്ഞ് നല്ല മധുരപലഹാരങ്ങളെല്ലാം കലാവതി ഉണ്ടാക്കി കഴിഞ്ഞ് ആ കലാവതി അതിന് വേണ്ട രീതിയിൽ ഭഗവാന് ഭക്ഷണമെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷണമെല്ലാം കൊടുത്ത് അവിടെ നിന്നും ദേവകി യശോദാമ്മയുടെ അടുക്കൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ ആദ്യം പോകുന്നത് രാധയുടെ അടുക്കലേക്കാണ്. രാധാദേവിയുടെ അടുക്കൽ ചെന്ന് രാധയോട് പറയും, രാധയെ എന്ന് വിളിച്ചുകൊണ്ട് രാധയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭഗവാനെ കണ്ടതും രാധാദേവി അകത്തു നിന്നും ഓടിയിറങ്ങി വന്ന് ഭഗവാന്റെ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ചോദിക്കും, കണ്ണാ നീ ഇന്ന് എന്താണ് കഴിച്ചത് എന്ന് ചോദിച്ചപ്പോൾ രാധയോട് ഭഗവാൻ പറയുന്നത് ആദ്യം, രാധേ എനിക്ക് വയറും മനസ്സും നിറഞ്ഞിന്നൊന്നും കഴിക്കാൻ കിട്ടിയില്ല, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് രാധേ, എന്താണ് എനിക്ക് രാധയുടെ കൈകൊണ്ട് തരുന്ന ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് കേട്ട് ആനന്ദത്തോടു കൂടി രാധാദേവി തൻ്റെ അമ്മ തനിക്ക് വേണ്ടിയിട്ട് കഴിക്കുവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരങ്ങളെല്ലാം എടുത്തുകൊണ്ട് കണ്ണൻ്റെ അടുക്കൽ വന്നിരുന്ന് കണ്ണന് നന്നായി ഭക്ഷണം കൊടുക്കും. രാധയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ ഭഗവാൻ ഇതെല്ലാം കഴിക്കുമ്പോൾ രാധയോട് പറയും, അല്ലയോ രാധേ, ഈ മധുരപലഹാരങ്ങളെല്ലാം എൻ്റെ അമ്മ എനിക്ക് അവിടെ ഉണ്ടാക്കി തരുന്നതാണ്, പക്ഷേ അവിടെ ഇല്ലാത്ത ഒരു വലിയ സ്വാദ് ഈ മധുരപലഹാരങ്ങൾക്കുണ്ട്, അതെന്തുകൊണ്ടാണെന്നറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് രാധ പറയും, ഇല്ല കണ്ണ എനിക്കറിയില്ല, അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ രാധയോട് പറയും, രാധേ അത് നിന്റെ കൈകൊണ്ട് എനിക്ക് നീ നൽകുന്നത് കൊണ്ടാണ്, അത്രമാത്രം സ്നേഹത്തോടു കൂടി എനിക്ക് നൽകുന്നത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അറിയാതെയാണെങ്കിലും കൊച്ചുകുട്ടിയാണെങ്കിലും രാധയുടെ കണ്ണുകൾ നിറയും. തൻ്റെ കണ്ണന് തന്നോട് ഇത്രമാത്രം സ്നേഹമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആ മധുരപലഹാരങ്ങൾ ഭഗവാന് ആ രാധ കൊടുക്കും. ഇതെല്ലാം കഴിച്ചുകൊണ്ട് അതിനുശേഷം ആ കണ്ണനെ നന്നായി മുഖമെല്ലാം കൈകളുമെല്ലാം കഴുകിച്ച് മുഖമൊക്കെ നന്നായി തുടച്ചിട്ട് ആ രാധ തൻ്റെ ആ അലങ്കാരക്കൂട്ടുകൾ എടുത്തിട്ട് കണ്ണനെ നന്നായി ഒരുക്കും. തൻ്റെ കൺമഷി കൊണ്ട് ഭഗവാന്റെ കണ്ണുകൾ നന്നായി എഴുതി കൊടുക്കും. എന്നിട്ട് ഭഗവാന്റെ ആ മുടികളെല്ലാം നന്നായി ചീവി കെട്ടിയെടുത്ത് അവിടേക്ക് ഒരു നല്ല മയിൽപ്പീലിയും വെച്ച് രാധ തൻ്റെ ആഭരണങ്ങളെല്ലാം കണ്ണനെ അണിയിക്കും. മഞ്ഞപ്പട്ടെടുത്ത് നന്നായി ഞുറിഞ്ഞ് രാധയെ ഉടുപ്പിക്കും.
എന്നിട്ട് ഭഗവാനോട് പറയും, കണ്ണാ, ഇപ്പോഴെന്ത് ഭംഗിയാണെന്നറിയാമോ നിന്നെ കാണുന്നതിനെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നത്, രാധേ, അത് എന്നെ കാണാൻ ഇത്രയും ഭംഗിയാകുന്നത് എൻ്റെ രാധ എന്നെ നന്നായി ഒരുക്കുന്നത് കൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ ആ രാധയുടെ ആനന്ദകരമായിരിക്കുന്ന ആ മനസ്സ് വളരെയധികം സന്തോഷിക്കും. അവിടെ നിന്ന് രാധയും കണ്ണനും കൂടി കളിക്കുവാനായി കൂട്ടുകാരുടെ അടുക്കലേക്ക് പോകും. ആ കൂട്ടുകാരുടെ അടുക്കൽ ചെല്ലുമ്പോഴാണെങ്കിൽ പോലും എപ്പോഴും കൂട്ടുകാരെ കണ്ടു കഴിയുമ്പോഴേക്കും രാധയുടെ കൈ പിടിച്ചിട്ട് കണ്ണൻ ദൂരേക്ക് ഓടി ആ കൂട്ടുകാരുടെ അടുക്കലേക്ക് ചെല്ലും. അങ്ങനെ കൂട്ടുകാരുടെ അടുക്കൽ ചെന്ന കളികളെല്ലാം പങ്കെടുത്ത് ക്ഷീണിച്ച് അവശനായി ഭഗവാൻ ഓടി വന്നിട്ട് ഒരു മരത്തിൻ്റെ തണലിലിരിക്കുന്ന ഓടി വന്ന രാധയുടെ മടിയിലേക്ക് തലവെച്ച് ഭഗവാൻ കിടക്കും. എന്നിട്ട് പറയും, രാധേ, എൻ്റെ കാലിന് എന്തൊരു വേദനയാണെന്നറിയാമോ ഇവിടെ എല്ലാം ഓടി നടന്നിട്ട്. അപ്പോൾ രാധ എന്തു ചെയ്യും? ഭഗവാന്റെ പാദങ്ങൾ തൻ്റെ മടിയിലേക്ക് വെച്ചിട്ട് ഭഗവാന്റെ പാദങ്ങൾ നന്നായി തടവി കൊടുക്കും. ഒരു കാലത്ത് രാധ ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഭഗവാന്റെ പാദസേവ ചെയ്യുവാൻ. ആ വലിയ സൗഭാഗ്യം, ലോകത്താർക്കും കിട്ടാത്ത ഒരു വലിയ സൗഭാഗ്യം രാധയ്ക്ക് കിട്ടുന്നത് കണ്ട ദേവലോകം പോലും ആനന്ദത്തോടു കൂടിയിരുന്നു. ഭഗവാൻ എത്ര വലിയവനാണ്! തൻ്റെ ആഗ്രഹങ്ങൾ, ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ പരിപൂർണമായി സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുക. രാധ ഭഗവാന്റെ പാദങ്ങളെല്ലാം നന്നായി തടവി അവിടെ നിന്നും രാധ ഭഗവാന് കൊണ്ടുപോകുന്ന ഭക്ഷണങ്ങളെല്ലാം കൊടുത്തിട്ട് സന്തോഷത്തോടു കൂടി രാധ ഭഗവാനെ യശോദാമ്മയുടെ അടുക്കിലേക്ക് കൊണ്ടുവിടും. അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം രാധ ഭഗവാനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, കണ്ണാ, എനിക്കൊരു സംശയമുണ്ട് കണ്ണാ എന്ന് ചോദിച്ചു. അപ്പം എന്താണ് രാധയുടെ സംശയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കണ്ണൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവിടെ നിന്ന ചെടികളിൽ നിന്നെല്ലാം ഒരു ചെടിയുടെ ഇല എടുത്തുകൊണ്ട് ഭഗവാൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, രാധേ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയം ഈ ഇലയാണ്. ഈ ഇലയുടെ പേര് തുളസി എന്നാണ്. ഈ തുളസിയുടെ ഇലയാണ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഈ ഇലയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്താണ് കണ്ണാ അതിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് കണ്ണന് ഈ തുളസിയോട് ഇത്രമാത്രം ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത്ര പ്രിയപ്പെട്ടതായത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തുളസി ഇലകൾ കൊണ്ടുള്ള മാലയാണ്. ആ തുളസി എന്ന് പറയുന്നത് ഒരു ദേവിയാണ്. ശാപബലത്താൽ ഭൂമിയിലേക്ക് വന്ന് അവതരിക്കപ്പെട്ട ഒരു ഭഗവതിയാണ് തുളസി എന്ന ദേവി. ആ തുളസീദേവി തൻ്റെ ശാപഭാരത്തിൻ്റെ ഫലങ്ങളെല്ലാം പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കുവാൻ, ഭഗവാന് വേണ്ടിയിട്ട് മാറുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ആളാണ്. ആ തുളസീലകൾ കൊണ്ട് നല്ല മാലയുണ്ടാക്കി ഭഗവാന്റെ കഴുത്തിലേക്ക് ഇടുമ്പോൾ ആ തുളസീലകൾ ഓരോന്നും ഭഗവാന്റെ മാറത്ത് കിടന്നുകൊണ്ട് ഭഗവാന്റെ കാതിൽ മന്ത്രിക്കുന്നതൊന്നേ ഉള്ളൂ, ഭഗവാനെ, ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനല്ലേ? അങ്ങയുടെ മാറോടണഞ്ഞു കിടക്കുവാൻ സൗഭാഗ്യം കിട്ടിയ ഒരേ ഒരാളല്ലേ ഞാൻ? അതുകൊണ്ട് എനിക്ക് ആരാണോ ഇങ്ങനെ ഒരു സൗഭാഗ്യം ഭഗവാന്റെ മാറിലേക്ക് അണയുവാൻ ഒരു നല്ല മാലയുണ്ടാക്കിയത്, അവർക്കെല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നത്. സ്വന്തം വേദനകൾ കടിച്ചമർത്തിക്കൊണ്ടും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാളാണ് ആ തുളസീദേവി. അതുകൊണ്ടാണ് തുളസീദേവിക്ക് ഒരു വേദന പോലും ഉണ്ടാകരുത് എന്ന് ഭഗവാൻ പറയുന്നത്. ആ തുളസീലകൾ കൊണ്ടുള്ള ഒരു മാല എൻ്റെ കഴുത്തിലേക്ക് അണയുമ്പോൾ ആ തുളസീല തൻ്റെ മാറത്ത് കിടന്ന് ഭഗവാനോട് മന്ത്രിക്കുന്നത്, എനിക്ക് ആരാണോ ഇങ്ങനെ ഒരു സൗഭാഗ്യം ഭഗവാന്റെ മാറത്തേക്ക് അണയുവാൻ ഒരു സൗഭാഗ്യം തന്നത്, ആ വ്യക്തിയെ നന്നായി അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന് തുളസിമാല സമർപ്പിക്കപ്പെടുന്നത്. ആ ഓരോ തുളസിയിലെയും പറയും ഭഗവാനോട്, ഇതാരാണോ ഇത് കൊണ്ടുവന്നത് ആ ആൾക്കെല്ലാം അനുഗ്രഹങ്ങളും കൊടുക്കണേ. മാല സമർപ്പിക്കുന്നതിൻ്റെ വലിയൊരു കാര്യം അതാണ്. ഭഗവാന്റെ മാറോടണഞ്ഞ്, ഭഗവതിയുടെ മാറോടണഞ്ഞ് കിടക്കുവാൻ ആ പൂക്കൾക്ക് ആരാണോ സൗഭാഗ്യം കൊടുത്തത്, ആരാണോ കാരണക്കാരായത്, അവർക്കെല്ലാം അനുഗ്രഹങ്ങൾ നൽകണേ എന്ന് ആ പുഷ്പങ്ങൾ ഓരോന്നും പ്രാർത്ഥിക്കും.
അതുകൊണ്ടാണ് ഭഗവാനോ ഭഗവതിക്കോ ഒക്കെ നല്ല മാലകൾ ചാർത്തണമെന്ന് പറയുന്നത്. നമ്മളിതൊക്കെ എന്ത് ചെയ്യും? പോയി എന്ത് ചെയ്യും? അവിടെ ചെന്ന് ഒരു കാശ് കൊടുത്ത് മേടിച്ച് കൊണ്ടുവന്ന് ചാർത്തുകയെങ്കിൽ ചാർത്തിയില്ലെങ്കിൽ ഇല്ല, നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. അത് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് നമ്മൾ പോകും. ഓരോ വഴിപാടുകൾക്കും ആ വഴിപാടുകളുടേതായിരിക്കുന്ന പ്രാധാന്യമുണ്ട്, പവിത്രതയുണ്ട്, പരിപാവനതയുണ്ട്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അവയെ സ്വീകരിക്കപ്പെടുവാൻ സാധിക്കപ്പെടണം. വഴിപാടെന്ന് പറയുമ്പോൾ വഴിക്കുള്ള പാടുകളാണ് വഴിപാടുകൾ. ഇപ്പോഴത്തെ കാലത്തേക്ക് സാഹചര്യങ്ങൾ കൊണ്ടെന്താണ്, നമ്മൾ വഴിപാടുകൾ ആരോടെങ്കിലും വിളിച്ചു പറയും, എൻ്റെ പേരിലൊരു വഴിപാട് അവിടെ നടത്തിയേക്കാൻ വിളിച്ചു പറയും, ഇല്ലേ? എന്നിട്ട് പ്രസാദം ഞങ്ങൾക്ക് വരാൻ സമയമൊന്നുമില്ല, പ്രസാദം വേണേ ഞങ്ങൾ കൊണ്ടു കൊടുക്കാൻ പറയും. എന്നിട്ട് എന്തോ പ്രസാദം അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. എന്തിനാണ്? അത് അവിടെ കൊണ്ടുവച്ചിട്ട് അത് പിന്നെ അവിടെ കൊണ്ട് കളയുകയൊക്കെ ഉള്ളൂ. അതല്ല ഒരു വഴിപാടെന്ന് പറയുന്നത്. വഴിക്കുള്ള പാടുകളാണ് വഴിപാടുകൾ എന്ന് പറയുന്നത്. ആ വഴിപാടിനൊരു പവിത്രതയുണ്ട്. ആ പവിത്രതയും അതിന് മേന്മയും അതിന് മഹത്വവും നമ്മളാണ് കൊടുക്കുന്നത്. ഒരു വഴിപാട് കൊടുക്കുന്ന നമ്മളാണ് അതിന് കൊടുക്കുന്നത്. ഭഗവതിക്ക് ഒരുപാട് പായസമോ ഒരു മാലയോ ഒരു വിളക്കോ ഇതൊന്നും ഭഗവതിക്കൊരു കാര്യമാണ്. പക്ഷേ അത് നമുക്ക് വലിയൊരു കാര്യമാണ്. നമ്മളതൊരു സമർപ്പണമാണ് ഭഗവതിയുടെ, അല്ലെങ്കിൽ ഭഗവാന്റെ അടുക്കൽ ചെന്ന് ഒരു അർച്ചന കഴിക്കുമ്പോഴോ ഒരു വഴിപാട് കഴിക്കുമ്പോഴോ അത് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് ഇത് എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ച് ആ വഴിപാടുകൾ നടക്കുമ്പോൾ ഇപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. ഒരു ഭാഗ്യസൂക്താർച്ചന നടത്തുന്നു. ഭാഗ്യസൂക്താർച്ചന നടത്തുമ്പോൾ ഭഗവതി വന്ന് നമുക്ക് നമ്മളുടെ ഭാഗ്യത്തെ തെളിയിച്ചു തരികയല്ല. അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കുണ്ടാക്കപ്പെടുകയാണ്. ബുദ്ധിമുട്ടുകളും വേദനകൾ ഉണ്ടാകുമ്പോൾ സാരമില്ല, വേദനകൾ മാറുമെന്ന് പറയുന്ന ഒരാശ്വാസ വാക്കുകൊണ്ട് നമുക്കുണ്ടാകുന്ന ആശ്വാസത്തിൻ്റെ 10 മടങ്ങാണ് ഒരു വഴിപാടുകൾ നടത്തപ്പെടുമ്പോൾ. പലപ്പോഴും വഴിപാടുകൾ നടത്തിയിട്ട് എനിക്ക് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വഴിപാടുകൾ എങ്ങനെയായിരുന്നു നമ്മൾ നടത്തിയതെന്ന് ചിന്തിച്ചു നോക്കും. ആ സമർപ്പണത്തിനാണ് അവിടെ പ്രാധാന്യം. ഭഗവാന്റെ അടുക്കൽ ഭഗവതിയുടെ അടുക്കൽ ചെന്ന് നിന്ന് പ്രാർത്ഥനയോടുകൂടി അത് സമർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇതൊന്നും ഭഗവാനോ ഭഗവതിക്കോ ഒരു കാര്യമല്ല. തിരുവാറന്മുള തമ്പുരാൻ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു തുളസിയിലേക്ക് ഒരു വലിയ കാര്യമൊന്നുമല്ല. ഭഗവാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് തുളസിയിലകൾ കൊണ്ടുപോയി കിട്ടും. പക്ഷേ എങ്കിലും തിരുവാറന്മുള തമ്പുരാൻ കാത്തിരിക്കുന്നുണ്ട്. ആനന്ദത്തോടെ സന്തോഷത്തോടു കൂടി ഭക്തിയോടുകൂടി തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു വലിയ സമർപ്പണത്തിന്. ഭക്തിയുള്ളവൻ പച്ചവെള്ളം കൊടുത്താൽ അത് അമൃതിന് തുല്യമാണെന്നും ഭക്തിയില്ലാത്തവൻ പച്ചവെള്ളം അമൃത് കൊടുത്താൽ അതിന് പച്ചവെള്ളത്തിൻ്റെ വില പോലും കൽപ്പിക്കുകയില്ലെന്നും ഭഗവാൻ പറഞ്ഞു. എവിടെ? സുധാമാവിൻ്റെ ചരിതത്തിൽ പറഞ്ഞു, എന്തിനാണ് കണ്ണ എത്രയോ ദിവസങ്ങളായി നിന്റെ ശ്രദ്ധ ഇവിടെയെങ്ങും അല്ലാതായി പോകുന്നു. ചതുരംഗം കളിക്കുമ്പോൾ കളിയിൽ ഒരിക്കലും തോക്കാതിരുന്ന നീ എന്തുകൊണ്ടേ തോൽക്കുന്നു എന്ന് രുക്മിണീദേവി ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലയോ രുക്മിണി, ലോകത്തെല്ലാവരും എന്നും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും നിന്റെ അനുഗ്രഹമാണ്. നിന്റെ അനുഗ്രഹവും നിന്റെ സാന്നിധ്യവും ഒന്നും ലോകത്തൊരിക്കൽ പോലും ആഗ്രഹിക്കാത്ത, ഒരിക്കൽ പോലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളുണ്ട് ഈ ലോകത്ത്. ഇന്ന് ആ ആൾ എന്നെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ആ ഭടന്മാരോടെല്ലാവരോടും പറഞ്ഞു, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രിയപ്പെട്ടവനായി കരുതുന്ന, എനിക്ക് എൻ്റെ എല്ലാമായിരിക്കുന്ന ഒരാൾ ഇന്നിവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ആ ദ്വാരക മുഴുവൻ അലങ്കരിച്ച് ആനന്ദത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവിടെയെല്ലാം ആഹ്ലാദത്തോടു കൂടി നിന്നിരുന്നു. ഈ ലോകത്ത് ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ചത് ഭഗവാന്റെ ഭാര്യമാരാണ്, പ്രത്യേകിച്ച് രുക്മിണീദേവിയാണ്. രുക്മിണീദേവിയും സത്യഭാമയും മിത്രവൃന്ദയും സത്യയും ലക്ഷ്മണയും ഒക്കെ തുടങ്ങിയ ആ ഭഗവാന്റെ 8 ഭാര്യമാരോടായിരിക്കും ഭഗവാൻ ഏറ്റവും പ്രിയമെന്ന് കരുതി. പക്ഷേ ഭഗവാൻ അതിനേക്കാൾ കാര്യമുള്ള ഒരാൾ ആരോ ഉണ്ട് ഈ ലോകത്ത്. അത് എത്ര വലിയവനായിരിക്കും ആ ആള് വരുന്ന സമയത്ത് തൻ്റെ ഭവനത്തിലേക്കൊന്ന് കയറിയാൽ താൻ എത്ര ഭാഗ്യമുള്ള ആളാണെന്ന് വിചാരിച്ച് ദ്വാരകയിലെ ഓരോ നിവാസികളും തൻ്റെ വീടുകളൊക്കെ നന്നായി അലങ്കരിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാൻ ഏറ്റവും ലോകത്ത് പ്രിയപ്പെട്ടവനായിരിക്കുന്ന ആളിനെ കാണാനായിട്ട് കാത്തിരിക്കുമ്പോൾ മുഷിഞ്ഞു നാറിയ ശരീരവുമായി
ഒരു വലിയ കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൂരെ നിന്നും വരുന്ന ഒരു ബ്രാഹ്മണൻ. അദ്ദേഹം നടന്നു വന്ന് ദ്വാരകയുടെ കവാടത്തിൽ വന്നപ്പോൾ അന്തിച്ചുപോയി. എന്താണ് ഇവിടെ കാണുന്നത്? സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്ന ഈ ദ്വാരകയുടെ അധിപനാണല്ലോ തൻ്റെ എല്ലാ പ്രിയപ്പെട്ടവനായിരിക്കുന്ന ആ കൃഷ്ണൻ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്ന് ഓരോ വഴികളിലൂടെയും ഓരോ ദ്വാരകയിലെ ഓരോ ഭവനങ്ങളുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ ഇന്നിവിടെ എന്താണ്? ഇവിടെ ഉത്സവമാണോ? എല്ലാ കൊടിത്തോരണങ്ങൾ കൊണ്ട് ഓരോ വീടുകളും നന്നായി അലങ്കരിച്ചിരിക്കുന്നു. അവിടുത്തെ ദ്വാരകാവാസികളെല്ലാം നന്നായി അവർ ഒരുങ്ങി നന്നായി നിൽക്കുന്നു. ആരെ കാത്തോ നിൽക്കുകയാണല്ലോ. അപ്പോൾ തൻ വന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായി കാണുമോ എൻ്റെ കണ്ണന് എന്ന് വിചാരിച്ചുകൊണ്ട് 7 നിലകളുള്ള ഒരു മാളികയുടെ മുമ്പിലേക്ക് ചെന്നു നിന്നു. അവിടെ നിന്ന് ഭടന്മാരോട് ചോദിച്ചു, ഇതാണോ കൃഷ്ണന്റെ വീട് എന്ന് ചോദിച്ചു. ഏത് കൃഷ്ണനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദ്വാരകാധിപനായിരിക്കുന്ന കണ്ണൻ, ആ ദ്വാരകാധിപനായിരിക്കുന്ന കൃഷ്ണന്റെ വീടാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു, നീ ആരാണ് എന്ന്. അപ്പോൾ ആ ഭടനോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് സുദാമാവെന്നാണ്. പക്ഷേ എല്ലാവരും എന്നെ വിളിക്കുന്നത് കുചേലൻ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് കുചേലൻ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവനായി എന്നെ ലോകം കാണുന്നു. നിനക്ക് എങ്ങനെ അറിയാം കൃഷ്ണനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സഹപാഠികളാണ്, ഞങ്ങൾ ഒരുമിച്ചൊരിടത്ത് പഠിച്ചതാണ് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ. കണ്ണൻ അവിടെ പഠിക്കുന്നുണ്ടെന്നറിഞ്ഞ് എൻ്റെ അച്ഛൻ അവിടേക്ക് കൊണ്ടുവന്ന് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി എന്നെ വിട്ടപ്പോൾ അവിടെ ആ സാന്ദീപനി മഹർഷി ചോദിച്ചു, സുധാമാവേ എന്താണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് എൻ്റെ കൃഷ്ണനെ എനിക്ക് കൂട്ടുകാരനായി കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ സാന്ദീപനി മഹർഷി ദൂരേക്ക് നോക്കി കണ്ണാ എന്ന് വിളിച്ചപ്പോൾ നിറഞ്ഞ പീലികൾ നിരക്കവേ കുത്തിയ ആ ഭഗവാൻ അങ്ങനെ ദൂരേന്ന് വരികയാണ്. ഭഗവാൻ ഓടി വരുന്നത് കണ്ടുകൊണ്ട് തൊഴുകൈകളോടുകൂടി സുധാമാവ് നിന്നു. ഓടി ഗുരുനാഥന്റെ അടുക്കൽ എത്തിയപ്പോൾ, എന്താ ഗുരുനാഥ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ കരങ്ങളും സുധാമാവിൻ്റെ കരങ്ങളും അദ്ദേഹം സാന്ദീപനി മഹർഷി ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ലോകമുള്ള കാലത്തോളം നിങ്ങളുടെ സൗഹൃദം നിലനിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണൻ ആദ്യം ചെയ്തത് എന്നെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ടോ ഞങ്ങൾ അവിടെ വസിച്ച കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. ഒരു പായിൽ കിടന്നുറങ്ങി ഞങ്ങൾ കുറേ സമയമായി കഴിയുമ്പോൾ ഞാൻ കണ്ണൻ്റെ അടുക്കലേക്ക് നീങ്ങിക്കിടക്കും. എന്നിട്ടോ വളരെ സാവധാനം ഞാൻ കണ്ണനെ കെട്ടിപ്പിടിക്കും. ഇത് മനസ്സിലാക്കിയ കണ്ണനും എന്നെ കെട്ടിപ്പിടിക്കും. കണ്ണൻ്റെ ദേഹത്തോട് ചേർത്ത് എന്നെ കെട്ടിപ്പിടിക്കുമായിരുന്നു. ഒരു പാത്രത്തിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം എടുത്ത് കഴിയുമ്പോൾ കണ്ണൻ്റെ അടുക്കൽ ചെന്ന് പറയും, കണ്ണാ നിന്റെ കൈകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ എന്തൊരു സ്വാദാണെന്ന് പറഞ്ഞു കേട്ടിട്ട് കണ്ണൻ ഭക്ഷണമൊക്കെ ചോറൊക്കെ നന്നായി ഉരുളകളാക്കി ഉരുട്ടി എനിക്ക് തരുമായിരുന്നു. എന്ത് സ്വാദായിരുന്നു എന്നറിയാമോ ആ ഭക്ഷണത്തിന്? ഭഗവാൻ തരുമ്പോൾ ആ തരുന്ന ഭക്ഷണം മുഴുവൻ ഞാൻ അറിയാതെ കഴിക്കുമായിരുന്നു. എൻ്റെ ഭക്ഷണവും കണ്ണൻ്റെ ഭക്ഷണവും എല്ലാം ഞാൻ കഴിക്കുമായിരുന്നു. എത്ര ആനന്ദത്തോടു കൂടി എന്നോട് കണ്ണൻ പറയും, എനിക്ക് ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് നീയാണുള്ളത് സുധാമാവേ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ കണ്ണൻ. ഞാൻ ആ കണ്ണനെ ഒന്ന് കാണാൻ വന്നതാണ്, എന്നെ ഒന്ന് കണ്ണനെ കാണിക്കണമെന്ന് പറയുമ്പോൾ ആ ഭടന്മാർ പറഞ്ഞു, ഇന്ന് ഈ ദ്വാരകയുടെ ഏറ്റവും പ്രധാന ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ കണ്ണന്, ഭഗവാന് ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇന്നിവിടെ വരികയാണ്. ആ ആളിനെ കാണുന്നതിന് വേണ്ടി ഈ ദ്വാരക മുഴുവൻ തയ്യാറായി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. മുഷിഞ്ഞു നാറിയ ശരീരവുമായി ദുർഗന്ധം വമിക്കുന്ന ദേഹവുമായി ഇവിടെ വന്ന് നിൽക്കുന്ന നീ ഇവിടെ ഈ ദ്വാരകയ്ക്കൊരു അപവാദമാണ്, അപമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സുദാമാവിനെ ദൂരേക്ക് മാറ്റി നിർത്തി. വീണ്ടും ഭടന്മാരുടെ അടുക്കൽ തൊഴുകൈകളോടുകൂടി ചെന്ന് സുധാമാവ് പറഞ്ഞു, ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എൻ്റെ കണ്ണനെ ഒന്ന് കണ്ടാൽ മതി. നിങ്ങൾ കണ്ണനോട് പോയി പറയൂ, സുധാമാവ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് അത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അടുക്കലേക്ക് ഓടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഭടന്മാരൊന്നും അത് ചെയ്യാൻ തയ്യാറാകാതിരുന്നു. വീണ്ടും വീണ്ടും പല പ്രാവശ്യം നിർബന്ധങ്ങൾ കൂടിയപ്പോൾ ആ ബലിഷ്ഠങ്ങളായിരിക്കുന്ന കരങ്ങൾ കൊണ്ട് ആ ഭടന്മാർ ആ സുധാമാവിനെ ദൂരേക്ക് തള്ളിമാറ്റി. ആ ഭടന്മാരുടെ ആരോഗ്യ കരങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്ന പ്രഹരത്താൽ ആ സുധാമാവ് തറയിലേക്ക് വീണു.
പൊടിയണിഞ്ഞു കിടക്കുന്ന തറയിൽ കിടന്നുകൊണ്ട് 7 നിലകളുള്ള മാളികയുടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണാ എന്നുറക്ക വിളിച്ചപ്പോ 7 നിലകളുള്ള മാളികയുടെ മുകളിൽ നിന്നും രുക്മിണി ദേവിയുടെ അടുക്കൽ ഇരുന്ന് ചതുരംഗം കളിച്ചുകൊണ്ട് ഇരുന്ന ഭഗവാൻ അതെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് 7 നിലയുടെ മുകളിൽ നിന്നും ഓടിയിറങ്ങി താഴേക്ക് വന്നു. ഭഗവാൻ പാഞ്ഞെടുക്കുന്ന കണ്ട് ദ്വാരകാവാസികളെല്ലാവരും വന്ദിച്ചു. ഓടി വന്ന് മുറ്റത്തേക്ക് വന്ന് നോക്കിയപ്പോൾ പൊടിയണിഞ്ഞ് കിടക്കുന്ന തറയിൽ കിടക്കുന്ന സുധാമാവിനെ കണ്ട് ഓടി വന്ന് ആ സുധാമാവിനെ എടുത്ത് കെട്ടിപ്പുണർന്നു ഭഗവാൻ സുധാമാവിന്റെ കവിളുകളിൽ മാറി മാറി മുത്തം നൽകി. അല്ലയോ സുധാമാവേ, എത്ര ദിവസം കൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണെന്നറിയാമോ ഞാനിവിടെ. നീ നിന്റെ വീട്ടിൽ നിന്നിറങ്ങിയ സമയം മുതൽ നിന്റെ പാദങ്ങളിൽ കൊള്ളുന്ന ഓരോ കല്ലും മുള്ളുകളുമൊക്കെ എൻ്റെ ഹൃദയത്തിലാണ് വന്ന് കൊള്ളുന്നത്, വേദനിക്കുന്നത്. അതെല്ലാം സഹിച്ചുകൊണ്ട് എത്ര ദിവസം കൊണ്ട് ഈ മനോവേദനയുമായി ഞാൻ കാത്തിരിക്കുകയാണെന്നറിയാമോ സുധാമാവേ. നീ വരൂ, എൻ്റെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ സുധാമാവിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിനകത്തേക്ക് പോയി. ഭഗവാൻ തൻ്റെ സുധാമാവിൻ്റെ പാദങ്ങൾ നന്നായി കഴുകി. എന്നിട്ട് ആ കഴുകിയ തീർത്ഥമെടുത്ത് ആനന്ദത്തോടു കൂടി തൻ്റെ ദേഹത്തേക്ക് തളിച്ചു. എന്നിട്ട് ഭഗവാൻ നന്നായി ആ സുധാമാവിനെ നന്നായി പൂജിച്ചു. എന്നിട്ട് ഏറ്റവും നല്ല കട്ടിലിലേക്ക് അദ്ദേഹം ഇരുത്തി. ആ കട്ടിലിരുത്തി അദ്ദേഹത്തെ നന്നായി വീണ്ടും പൂജിച്ചു. സുഗന്ധപുഷ്പങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പൂജകൾ ചെയ്തു സുധാമാവിനെ ഭഗവാൻ. എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ തൊഴുതു. ഇത്രമാത്രം ഭാഗ്യവാനാണല്ലോ അവിടെ ഇരിക്കുന്ന സുധാമാവ്. പുറത്തു നിന്ന ഭടന്മാർ തൊഴുതുകൊണ്ട് പറഞ്ഞു, അറിവില്ലായ്മ കൊണ്ടാണ് ഭഗവാനെ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഇതുപോലെ ഒരാളായിരുന്നല്ലോ. എന്താണ് ഭഗവാനെ ഇയാൾക്കുള്ള മഹത്വം എന്ന് ചോദിക്കുമ്പോൾ ഭക്തിയോടുകൂടി ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തോടുകൂടി തന്നെ പ്രതിഷ്ഠിച്ച ആളാണ് സുധാമാവ്. ഒരിക്കലും എന്നെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധിച്ചിട്ടില്ല. സ്നേഹമെന്ന് പറയുന്ന ഉത്തമമായിരിക്കുന്ന ഭക്തി കൊണ്ട് തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഭഗവാനെ എന്നും എന്നും പൂജിക്കുമായിരുന്നു അദ്ദേഹം. ഹൃദയത്തിലാണ് പൂജ എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ എന്നും നന്നായി ഭഗവാനെ നന്നായി പൂജിക്കുമായിരുന്നു. സുമംഗല എന്ന് പറയുന്ന സുധാമാവിൻ്റെ ഭാര്യ കൊടുത്ത 4 പിടി അവൽക്കിഴിയും കൊണ്ടുവന്ന സുധാമാവിൻ്റെ അടുക്കൽ നിന്നും ആ അവൽക്കിഴി തട്ടിപ്പറിച്ചു മേടിച്ചപ്പോൾ വിയർപ്പ് കൊണ്ട് നനഞ്ഞു കുതിർന്ന ആ അവല് ഭഗവാൻ പൊതിയടിച്ച് അതിൽ നിന്ന് ആർത്തിയോടൊരു പിടി എടുത്തങ്ങ് കഴിച്ചു. ലോകമെല്ലാം തൊഴുതു. ഇത്രയും ഭാഗ്യവാനാണല്ലോ ആ ആള്. ഭക്തിയുള്ളവൻ പച്ചവെള്ളം കൊടുത്താൽ അത് അമൃതിന് തുല്യമായി സ്വീകരിക്കുമെന്നും, ഭക്തിയില്ലാത്തവൻ അമൃത് കൊടുത്താൽ അതിന് പച്ചവെള്ളത്തിൻ്റെ വില പോലും ഞാൻ കൊടുക്കില്ല എന്നും ഭഗവാൻ പറഞ്ഞു. രണ്ടാമതൊരു പിടി കൂടി എടുത്തപ്പോഴേക്കും രുക്മിണി ദേവി ഓടി വന്ന് ഭഗവാന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, ഇനിയും അങ്ങ് ഒരു കൈ കൂടി കഴിക്കരുത്. തൻ്റെ ഭക്തന്മാരെ കണ്ടു കഴിയുമ്പോൾ അങ്ങ് ഞങ്ങളെ എല്ലാവരെയും അങ്ങ് മറക്കുന്നു. ആ ഭക്തന്മാരായിരിക്കുന്നവർ വന്ന് എന്ത് ചോദിച്ചാലും അങ്ങ് നൽകുന്നു. ഒരു പിടി കഴിച്ചപ്പോൾ തന്നെ സുധാമാവിൻ്റെ കുടുംബത്തിലേക്ക് വേണ്ടുന്ന സകല അനുഗ്രഹങ്ങളും ഇതാ ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. നല്ല വീടും നല്ല സൗകര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാനെ, ഇനിയും ഒരു പിടി അവൽ കൂടി അങ്ങ് കഴിച്ചാൽ സുധാമാവിൻ്റെ ഭാര്യയായിരിക്കുന്ന സുമംഗലയുടെ ദാസിയായി ഉള്ളവൾ പോകേണ്ടി വരും. ഭഗവാനെ, ഞാൻ ആഗ്രഹിച്ചത് അങ്ങയുടെ പാദസേവ പൂർണ്ണമായി ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങയെ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ അടുക്കൽ വന്നത്. അതുകൊണ്ട് ഈ ഉള്ളവൾക്കുള്ള ഈ അവസ്ഥ മാറ്റരുതേ ഭഗവാനെ എന്ന് തൊഴുകൈകളോടുകൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന രുക്മിണി ദേവിക്ക് ആ തൻ്റെ കയ്യിലിരുന്ന് അവൽ കൂടി എടുത്തു കൊടുത്തു. ഭക്തിയുള്ളവൻ പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ ഭജിക്കപ്പെട്ടാൽ 2 കൈയും നീട്ടി സ്വീകരിക്കും ഏത് ഈശ്വരനും ഏത് ഈശ്വരിയും. അതേ ഒരു ഭഗവാന് സാധിക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കും ഒരല്പം ഞാൻ ചെറുതായിട്ട് എൻ്റെ കയ്യിൽ കൊടുക്കുവാൻ അല്പമേ ഉള്ളല്ലോ, ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരല്പം കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് ഭഗവാൻ ഇത് സ്വീകരിക്കുമോ എന്ന് ചിന്തിച്ചാൽ ഒരു നുള്ള അരിയെങ്കിലും കൊടുത്താൽ അതിന് മാത്രം വലിയ പ്രാധാന്യം കൊടുക്കും ഭഗവാൻ. പക്ഷേ എന്തുണ്ടാകണം? ഭക്തിയോടുകൂടിയായിരിക്കണം. ആ ഭക്തി എന്ന് പറയുന്നത് നിഷ്കളങ്കമായിരിക്കുന്ന സ്നേഹമാണ്.
ആ നിഷ്കളങ്കമായിരിക്കുന്ന സ്നേഹത്തോടുകൂടി ഭഗവാൻ എന്ത് നമ്മൾ സമർപ്പിച്ചാലും, അത് ഭഗവതിക്ക് എന്ത് നമ്മൾ സമർപ്പിക്കപ്പെട്ടാലും അത് പരിപൂർണമായി സ്വീകരിക്കുന്ന ആളാണ് ഈശ്വരന്മാരും ഈശ്വരിമാരും ഭഗവാന്മാരും ഭഗവതിമാരും. നമ്മൾ അങ്ങനെയാണോ സമർപ്പിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കണം. ഏതൊന്ന് സമർപ്പിക്കുമ്പോഴും അത് ദൈവീകമായ തലങ്ങളിലേക്ക് ഭഗവാനായിട്ടാണ് എന്ന് സമർപ്പിക്കുന്നതെന്ന് നമ്മളുടെ മനസ്സിലുണ്ടായെങ്കിൽ, കാരണം എന്ത് കൊടുത്താലും അതൊരു കാര്യസാധ്യമാണ് ഭഗവാനെ ഇതെന്നുള്ളതാണ്. ഈ കാര്യസാധ്യമല്ല പ്രധാനം. ഭഗവാനെയും ഭഗവതിയെയും ഒക്കെ നന്നായി നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ നന്നായി ശ്രദ്ധിച്ചുകൊള്ളും ഭഗവാനും ഭഗവതിയും. ഒരിക്കൽ രുക്മിണീദേവി ഭഗവാന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്ന് കൃഷ്ണാവതാരമായിട്ടാണ് ഭഗവാനെ അങ്ങ് പറയുന്നത്. ഒരു ദിവസം രുക്മിണീദേവി അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, ഈ ലോകം എല്ലാവരും പറയുന്നു അങ്ങേക്ക് ഏറ്റവും ലോകത്ത് പ്രിയപ്പെട്ടത് രാധയാണെന്ന് പറയുന്നുണ്ട്. ഈ രാധയെ ഒന്ന് കാണാൻ പറ്റുമോ? ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഭഗവാന്റെ ഭാര്യമാർ ചെന്ന് ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അതിനെന്താ, നിങ്ങളുടെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവിമാരെയും കൊണ്ട് ഭഗവാൻ യാത്ര പുറപ്പെട്ടു. ദൂരെ ഒരു വലിയ തടാകത്തിൻ്റെ അടുക്കൽ വന്നൊരു പർണശാലയുണ്ടാക്കി എല്ലാവരും അവിടെ താമസിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഉണ്ട് ആരോ ഒരാൾ വന്ന് അവിടെ കുടിക്കുന്നു. ഒരുപാട് പേർ അവർക്ക് ചുറ്റിനും നിൽക്കുന്നു. രുക്മിണി ദേവിയൊക്കെ ചെന്ന് ചോദിച്ചു, അതാരാണ്? അപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ രാധാറാണിയാണ് എന്ന് പറഞ്ഞു. ഓ, ഇതാണോ രാധാദേവി എന്ന് അവർ ചിന്തിച്ചു. അത് രാധാദേവിയല്ല, ഇത് രാധാറാണിയാണ്, ഞങ്ങൾക്കിത് റാണി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിന്നു. രാധ അവിടെ നിന്നും രാധയുടെ വീട്ടിലേക്ക് പോയപ്പോൾ രുക്മിണീദേവി മറ്റുള്ളവരും അവരുടെ അടുക്കിലേക്ക് പോയി. അവരുടെ വീട്ടിലേക്ക് ചെന്ന് രാധയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ രാധാദേവി കുളി കഴിഞ്ഞ് വന്ന് പൂജാമുറിയിലേക്ക് കയറുന്നു. അവിടെ ഇരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹമെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് ആ ഭഗവാന്റെ ദേഹത്ത് നന്നായി നല്ലെണ്ണയൊക്കെ തടവി അല്പം വെള്ളമൊഴിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ കുളിപ്പിക്കുന്നത് അതുപോലെ ഭഗവാനെ നന്നായി കുളിപ്പിച്ചു. ഭഗവാനെ നന്നായി ഒരുക്കി, ആ കണ്ണുകളൊക്കെ നന്നായി എഴുതി, ഭഗവാന് നല്ല മാലകൾ ഉണ്ടാക്കി ആ മാല ഭഗവാന്റെ കഴുത്തിൽ ചാർത്തി, ഭഗവാന് നല്ല പട്ടുടയാണ് ഭഗവാനെ ഉടുപ്പിച്ചു. ശേഷം അവിടെ നിന്ന് നല്ല മധുരപലഹാരങ്ങൾ ഉണ്ടാക്കിയത് ഭഗവാന്റെ അടുക്കൽ കൊണ്ട് വെച്ചിട്ട് രാധ പറഞ്ഞ, കണ്ണാ, നിനക്ക് ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള മധുരപലഹാരങ്ങളാണ് ഈ രാധ ഇവിടെ കൊണ്ട് തന്നിരിക്കുന്നത്. ഈ മധുരപലഹാരങ്ങളെല്ലാം സ്വീകരിക്കണേ കണ്ണാ എന്ന് തൊഴുകൈകളോടുകൂടി കണ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന രാധാദേവിയെ കണ്ടു. രുക്മിണീദേവിയും സത്യഭാമയും ജാമ്പവതിയും മിത്രവൃന്ദയും സത്യയും ലക്ഷ്മണയും ഒക്കെ. അവിടെ നിന്നും ഭഗവാന്റെ പത്നിമാർ വന്നിരിക്കുന്നു കാണാനെന്നറിഞ്ഞ രാധ ഓടി വന്നു. എല്ലാവരുടെയും പാദങ്ങളെ നന്നായി നമസ്കരിച്ചു. നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ രുക്മിണീദേവി പറഞ്ഞു, രാധേ, ഞങ്ങളിവിടെ തൊട്ടടുത്താണ് താമസം, നീ അങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അതിനെന്താ, ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അവർ അവിടെ നിന്ന് പോയി. അതിനുശേഷം രാധാദേവി അവിടേക്ക് ചെന്നു. രാധാദേവിയെ കണ്ടവരും കണ്ണനെ കണ്ട് രാധ തൊഴുതു, ഭഗവാനും തൊഴുതു. രാധയെയും കൊണ്ട് അകത്തേക്ക് പോയ രുക്മിണീദേവിയെല്ലാം രാധയ്ക്ക് കൊടുക്കാൻ ഒരുപാട് ആഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചു. ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി രാധയ്ക്ക് വേണ്ട വിധത്തിൽ ഭക്ഷണമെല്ലാം കൊടുത്ത് രാധയെ സന്തോഷത്തോടുകൂടി യാത്രയാക്കി. തിരിച്ചെല്ലാവരും കൂടി ഭഗവാന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഭഗവാൻ അവിടെ ഒരു വലിയ പട്ടു വസ്ത്രം പുതച്ചുകൊണ്ട് ഇരിക്കുന്നത് കണ്ടു. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു പട്ടുവസ്ത്രം പുതച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാൻ എല്ലാവരും അടുത്തേക്ക് ചെന്നു. അവർ ആ പട്ടുവസ്ത്രം ഒന്ന് മാറ്റി നോക്കിയപ്പോൾ ഭഗവാന്റെ ശരീരമെല്ലാം ഇങ്ങനെ പൊള്ളിക്കുടുന്നിരിക്കുന്നു. എല്ലാവർക്കും അതിശയമായി. എന്താ കണ്ണാ ഇത്? അല്പം മുമ്പ് വരെയും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, എന്തു പറ്റി കണ്ണാ എന്ന് ചോദിച്ചു. ഭഗവാൻ ഒന്നും പറയാതിരുന്നു. ഭഗവാന്റെ കണ്ണുകളൊക്കെ ചുമന്നു കിടക്കുന്നു. ഭഗവാന്റെ കണ്ണിൽ നിന്നും വേദന കൊണ്ടുള്ള കണ്ണുനീർ വരുന്നു. രുക്മിണീദേവി ഭഗവാന്റെ കണ്ണുനീരെല്ലാം തുടച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് കണ്ണാ, ശരീരം ഇങ്ങനെ മുഴുവൻ പൊള്ളിയിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഒരാൾ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കാരണമോ? അതിപ്പോൾ പറഞ്ഞു, അതെ,
നിങ്ങൾ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി വിളിച്ചു കൊണ്ടുവന്നത് രാധാദേവിയെ ഇവിടെ വിളിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കഴിക്കാനായി ഭക്ഷണമെല്ലാം കൊടുത്തില്ലേ? ആ ഭക്ഷണമെല്ലാം കൊടുത്തു കഴിയുന്നതിനിടയിൽ നിങ്ങളിൽ ഒരാൾ രാധയ്ക്ക് കുടിക്കാനായി കൊടുത്തത് തിളച്ച പാലാണ്. തിളച്ച ചൂടോടുകൂടിയുള്ള പാലെടുത്തുകൊണ്ട് രാധയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ നിങ്ങൾക്കറിയാമോ, രാധ എന്ത് കഴിക്കുമ്പോഴും എൻ്റെ കണ്ണന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാധയുടെ ഹൃദയത്തിൽ വസിക്കുന്ന എനിക്കാണ് ആ ഭക്ഷണം തരുന്നത്. ഓരോ പലഹാരങ്ങളും ഓരോ ആഹാരവും കഴിക്കുമ്പോൾ രാധ പറയുന്നത് കണ്ണാ എന്ന് വിളിക്കുമ്പോൾ രാധയുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ വിളി കേൾക്കും. ആ കണ്ണനുള്ളതാണേ ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആഹാരം നൽകുന്നത്. അങ്ങനെ രാധ ചൂടോടുകൂടി പാല് കുടിച്ചപ്പോൾ രാധയുടെ ശരീരമല്ല പൊള്ളിയത്, എൻ്റെ ശരീരമാണ് പൊള്ളിയത് എന്നറിയണം. ഭക്തനെ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ അത് ഭവിക്കപ്പെടുന്നത് ഭഗവാനിലേക്കാണ്. ആ ഭക്തനെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ അത് സംഭവിക്കുന്നത് ഭഗവാനാണെങ്കിൽ അതിനുള്ള ശിക്ഷയും ആരേ തരികയുള്ളൂ? ഭഗവാനിൽ നിന്നേ തരികയുള്ളൂ. പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം ഭക്തിയോടുകൂടി നമ്മൾ സമർപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ പരിപൂർണമായിരിക്കുന്ന ഫലങ്ങൾ നമുക്കുണ്ടാകണമെങ്കിൽ ഭക്തിയോടുകൂടി ഭഗവാനെ നമ്മൾ ഭജിക്കപ്പെടണം. ആ ഭക്തി എന്താണെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു തന്നത് ഭഗവാൻ കൃഷ്ണനാണ്. ആ കൃഷ്ണനാണ് ഇന്ന് നമ്മളുടെ വേദിയിലേക്ക് ഇന്നെത്തിയത്. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഭഗവാനോട് ഉത്തമമായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കപ്പെട്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഭഗവതിയെ ഭജിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. നമ്മളെല്ലാം താൽക്കാലികമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അല്പകാലം മാത്രം എവിടെയെങ്കിലും ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജ്യോതിഷൻ്റെ അടുക്കൽ പോയി നോക്കും, കാരണം എന്താണ് എന്നറിയാൻ. കാരണം അറിയുമ്പോൾ 11 ദിവസം അല്ലെങ്കിൽ 12 ദിവസം അല്ലെങ്കിൽ 9 ദിവസം നിർമാല്യം തൊഴണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോയി നമ്മൾ നിർമാല്യം തൊഴും. അത് കഴിഞ്ഞാൽ തീർന്നു. അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴാതെ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ മാസം തൊഴിലുകളും വർഷം തൊഴിലുകളുമായി മാറപ്പെടുന്നു. നമ്മൾ ധർമ്മദൈവങ്ങളെ പരിപാലിക്കാതെ സ്വന്തം കുടുംബക്ഷേത്രത്തിലെയും സ്ഥലത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും പോകാതെ അന്യക്ഷേത്രങ്ങളിൽ പോകുന്നത് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ നോക്കാതെ അന്യപുരുഷനെ നോക്കുന്നത് പോലെയാണെന്ന് ഭാഗവതത്തിൽ ഗോവർദ്ധനോദ്ധാരണം എന്ന ഭാഗത്ത് ഭഗവാൻ പറയുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ധർമ്മദൈവങ്ങളാണ്. നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ വഴിയെന്നോ അമ്മ വഴിയെന്നോ ഒന്നുമില്ല. അച്ഛൻ വഴിയാണെങ്കിലും അമ്മ വഴിയാണെങ്കിലും അതിന് തുല്യ പ്രാധാന്യം തന്നെ. രണ്ടും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ. ധർമ്മദൈവത്തിൻ്റെ കോപമുണ്ടെങ്കിൽ മറ്റേത് ദേവതകളുടെ അനുഗ്രഹമുണ്ടെങ്കിലും അതുകൊണ്ടൊരു കാര്യവുമില്ല. ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മറ്റേത് ദേവതകൾ കോപിച്ചാലും ഒരു കാര്യവുമില്ല. ആ ധർമ്മദൈവത്തെ നന്നായി പരിപാലിക്കപ്പെടുവാൻ, തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദേവതകളെ പരിപാലിക്കപ്പെടുവാൻ, പ്രാർത്ഥിക്കപ്പെടുവാൻ നമുക്ക് ജീവിതത്തിൽ സാധിക്കപ്പെട്ടാൽ ഏറ്റവും വിശേഷമായിട്ടുള്ളത് അതാണ് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു ഭാഗവതം. ആ ഭാഗവതം നമ്മൾ നന്നായി പഠിക്കുന്നത് അതുകൊണ്ടാണ്. അത് ഓരോ തലങ്ങളിൽ ഓരോ തരത്തിൽ നമ്മൾ ഭാഗവതത്തെ പഠിക്കുന്നത് അതുകൊണ്ടാണ്. ഭാഗവതത്തിലൂടെ യഥാർത്ഥമായിരിക്കുന്ന ഭക്തിയെ അറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കപ്പെട്ടാൽ നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ദേവീ ഭാഗവതവും. ഇവിടെ ഭഗവതിയുള്ളപ്പോൾ ഈ ഭഗവതിയെ നന്നായി ഭജിക്കപ്പെടണം. ആ ഭഗവതിയെ ഭജിക്കുവാൻ ഏറ്റവും വിശേഷമായിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് ഭഗവതിയെ നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം, ഉപാസിക്കണം. ഉപാസന എന്ന് പറയുന്നത് ഉപവസിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അടുക്കൽ വസിക്കപ്പെടുകയാണ്. ഉപവാസം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്നതിനെ അല്ല ഉപവാസം എന്ന് പറയുന്നത്. ദേവതയോടൊപ്പം വസിക്കപ്പെടുന്നതാണ് ഉപവാസം. വ്രതമെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പട്ടിണി കിടന്നാൽ വ്രതമായി എന്ന്. പട്ടിണിയും ഭക്ഷണവും വ്രതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ പറയുന്നത് എന്താണ്? ഫാസ്റ്റിംഗ് ആണെന്നാണ് വ്രതത്തിന് പറയുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ശനിയാഴ്ച ഫാസ്റ്റിംഗ് ആണ് കേട്ടോ. എന്താണ്? അന്ന് ശനിയാഴ്ച വ്രതമാണ്. എന്താണ്? പ്രത്യേകതയൊന്നുമില്ല, പട്ടിണിയാണ് എന്നുള്ളതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട് ഒരു ഭഗവാനും നമ്മളെ അനുഗ്രഹിക്കുന്നില്ല. പട്ടിണി കിടന്ന് ഒരു ഭഗവാനെ ഭജിക്കാനും ഒരു ഈശ്വരനും പറയുന്നില്ല. വ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിഷ്ഠ എന്നാണ്.
നിഷ്ഠയോടുകൂടി ഒരു ആചരണം നടത്തുന്നതാണ് വ്രതം എന്ന് പറയുന്നത്. നിഷ്ഠയോടുകൂടി ഒരു ആചരണം നടത്തുന്ന വ്രതം 3 വിധമാണ്: നിത്യവ്രതം, കാമ്യവ്രതം, നൈമിത്തിക വ്രതം. നിത്യവ്രതം, കാമ്യവ്രതം, നൈമിത്തിക വ്രതം. ഈ 3 വ്രതങ്ങൾ 3 വിധത്തിലാണ് വ്രതങ്ങളുള്ളത്. നിത്യവ്രതം, നിത്യവും നമുക്ക് ഭഗവാനെ ഭജിക്കാൻ ഒരു ചിട്ട നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ അത് നിത്യവ്രതമാണ്. കാമ്യവ്രതം ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഒരു വ്രതം നോക്കുന്നത് എങ്കിൽ, ഇപ്പോൾ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നു. മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അമ്മ തിങ്കളാഴ്ച വ്രതം എടുക്കുകയല്ല വേണ്ടത്. മക്കളുടെ വിവാഹം നടക്കാൻ മക്കൾ തന്നെയാണ് വ്രതമെടുക്കുന്നത്. അപ്പോൾ മക്കളുടെ കാര്യങ്ങൾ നടക്കാൻ മക്കളെ കൊണ്ടെടുപ്പിക്കേണ്ട ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി എടുക്കുന്ന വ്രതങ്ങളെ കാമ്യവ്രതം എന്ന് പറയും. നൈമിത്തിക വ്രതം പുണ്യമുണ്ടാകുന്നതിന് വേണ്ടി, ദോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിത്യവ്രതം എടുക്കുന്നതെങ്കിൽ നൈമിത്തിക വ്രതം എടുക്കുന്നത് പുണ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതാണ് ഏകാദശി പോലെയുള്ള വ്രതം എടുക്കണമെന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു ഏകാദശി വ്രതം എടുക്കണം. അന്നേ ദിവസം വിഷ്ണുക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് വേണം മുന്നോട്ട് പോകുക. ആഹാരമൊന്നും അതിനകത്തിലൊരു വിഷയമല്ല. ആരോഗ്യസ്ഥിതി ഗുണകരമാണെങ്കിൽ മാത്രമേ നമ്മൾ വ്രതമെടുക്കുമ്പോൾ ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്താവൂ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വയ്യാഴികയാണ്, രാവിലെ ഗുളിക കഴിക്കാറുണ്ട്, ഉച്ചയ്ക്ക് ഗുളിക കഴിക്കാനുണ്ട്, വൈകിട്ടും കഴിക്കാനുണ്ട്. പട്ടിണി കിടന്ന് വയ്യാഴിക വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വ്രതം എടുത്തിട്ട് ഭഗവാനെ ഞാൻ വ്രതം എടുത്തിട്ട് എനിക്ക് അസുഖം കൂടിയല്ലോ എന്ന് പഴി പറയും നമ്മൾ. ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞോ പട്ടിണി കിടക്കാൻ? ഒരു പട്ടിണിയും കിടന്നുകൊണ്ട് ഒരു ഈശ്വരനെയും ഭജിക്കപ്പെടാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനയോടുകൂടി ഉപവസിക്കണം. ഭഗവാന്റെ അടുക്കലിരുന്ന് വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ എന്നാണ് പറഞ്ഞത്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഈശ്വരനെയോ ഭഗവാനെയോ ഭഗവതിയെ കാണാൻ വരാൻ സമയമുള്ളവരാണ് നമ്മൾ. പക്ഷേ ആ സമയത്തെ കണ്ടെത്താൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആവശ്യം വന്നു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഉടനെ സമയമുണ്ടാകും. അത്യാവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയമുണ്ടാക്കും. നമ്മളവിടെ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭഗവാനെ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ജീവിതത്തിൽ ഒരു ശീലമായി, അതൊരു സ്വഭാവമായി നമുക്ക് മാറും. അത് കണ്ട് വളരണം നമ്മുടെ കുട്ടികൾ. അങ്ങനെയുള്ള നിത്യവ്രതങ്ങളെ നമ്മുടെ കുട്ടികൾ കണ്ടു വളർന്നെങ്കിൽ മാത്രമേ കുട്ടികളുടെ ജീവിതത്തിലും അതൊരു ഭാഗമാവുകയുള്ളൂ. പട്ടിണി കിടക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ പോലും വിചാരിക്കുന്നത് പട്ടിണി കിടക്കുന്നതാണ് പ്രാർത്ഥനയെന്ന്. പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ശരീരത്തിലൊരു വേദനയുണ്ടാക്കി ഭഗവാനെ ഭജിക്കണമെന്ന് വിചാരിച്ചാലും അതും പ്രാർത്ഥനയൊന്നുമല്ല. ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കി ഈശ്വരനെ ഭജിച്ചാൽ ഭഗവാൻ പ്രീതി കൊള്ളുമെന്ന് പറയുന്നതും തെറ്റാണ്. അങ്ങനെ ഒരിടത്തും ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല. ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഭക്തി ഉണ്ടാക്കിയെടുക്കുവാൻ, നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി ഉണ്ടാക്കിയെടുക്കുവാൻ അതിനെന്താണ് മാർഗമെന്നുള്ളത് 9 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മൾ കൃത്യമായി ചെയ്താൽ ആലോചിച്ച് നോക്കണം നമ്മൾ എങ്ങനെയാണ് എന്ന്. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരാണോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. എങ്കിലേ നമുക്ക് ഭക്തി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കൗണ്ടറിൽ ചെന്ന് അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞൊരു വഴിപാട് നടത്തിയേക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസാദം ആർക്കെങ്കിലും കൊടുത്തേക്കാൻ പറയില്ലേ? അങ്ങനെ ഒരു ചിട്ടയുണ്ട്. ഞാനും ഒരു ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന ആളാണ്. വഴിപാട് നടത്തിയിട്ട് പറയും, നമ്മളോട് പറയും ആർക്കെങ്കിലും കൊടുത്തേക്കാം. നമ്മൾ ആർക്ക് കൊടുക്കാനാണ്? ആർക്കെങ്കിലും കൊടുക്കാനുള്ളതല്ല നമ്മളുടെ പേരിൽ നടത്തുന്ന വഴിപാട്. ആ വഴിപാടുകൾ ആർക്കുള്ളതാണ്? അത് നമുക്കുള്ളതാണ്. ഒരു വഴിപാട് നടത്തി അതിൻ്റെ പ്രസാദം സ്വീകരിച്ചത് ഉപയോഗിക്കുക എന്നുള്ളത് വരെ ഒരു ഭക്തന്റെ ഉത്തരവാദിത്തം. അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കപ്പെടുമ്പോഴാണ് ആ നിവേദ്യ സാധനങ്ങളെല്ലാം കൊണ്ട് കളയുകയോ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുകയോ അത് കളയുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അതെല്ലാം ഒരു ദുരിതമായി പിന്നീട് വന്ന് ഭവിക്കുന്നത്. എന്ത് ചെയ്താലും അതിനൊരു ഫലമുണ്ട്. നല്ലത് ചെയ്താൽ നല്ലതിൻ്റെ ഫലം കിട്ടും, മോശമായി ചെയ്താൽ മോശമായതിൻ്റെ ഫലം കിട്ടും. ഫലമില്ലാത്തതായ ഒരു കർമ്മങ്ങളും ഈ ലോകത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുക ഇത്രയേ ഉള്ളൂ.
ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധവും നീതിയുക്തവുമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. എന്ത് ചെയ്താലും അത് ഭക്തിയോടുകൂടി ഒരു സമർപ്പണമായി ചെയ്യുവാൻ നമുക്ക് ജീവിതത്തിൽ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പരിപൂർണമായിരിക്കുന്ന ബലമുണ്ടാകും. ആ ദേവതകളെ, ഒരു ക്ഷേത്രത്തിലെ ദേവതകളെ പരിപൂർണമായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും ആ ദേവതകളെ നന്നായി പ്രാർത്ഥിക്കാനും അതിലൂടെ ഉപാസനകളായി ഭഗവതിയെയും ഭഗവാനെയും കാണാനും നമുക്ക് ശ്രമിച്ചാൽ മതി. അങ്ങനെ ഒരു ഉപാസനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നിത്യവും നാമം ജപിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ? എന്തിനാണ് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നത്? ഇന്നലെ പ്രാർത്ഥിച്ചത് തന്നെ ഇന്നും പ്രാർത്ഥിക്കുന്നു, നാളെ വീണ്ടും അത് തന്നെ പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചാൽ പോരെ? അമ്പലത്തിലിരിക്കുന്ന ഭഗവാനെ പോയി പ്രാർത്ഥിക്കാതെ വീട്ടിൽ വിളക്ക് കത്തിച്ച്, ചിത്രങ്ങളുടെ മുമ്പിൽ വിളക്ക് കത്തിച്ച്, പ്രതിമകളുടെ മുമ്പിൽ വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഇപ്പം അതൊന്നും വീടുകളിൽ ചിത്രങ്ങളും ഇല്ല, പ്രതിമകളും ഇല്ല. ആരോ പണ്ട് പറഞ്ഞു വീട്ടിൽ ചിത്രം വെക്കരുത്, വിഗ്രഹം വെക്കരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീട്ടിലിരിക്കുന്ന വിഗ്രഹവും ചിത്രങ്ങളും എടുത്ത് അമ്പലത്തിൻ്റെ ആലിൻ്റെ ചോട്ടിൽ ആരും കാണാതെ കൊണ്ട് വെച്ചിട്ട് പോയി. ആരോ പറഞ്ഞ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചൈതന്യം ഉണ്ടാകുന്നു. വീട്ടിൽ ചൈതന്യം ഉണ്ടാകാനല്ലേ ആ വിഗ്രഹം വെച്ചത്? നമ്മളുടെ പ്രാർത്ഥനകൾ ആ ദേവതയ്ക്ക് ചൈതന്യം ഉണ്ടായെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിച്ചത് നന്നായിട്ടുണ്ട് എന്നുള്ളത്. രാമായണം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുമെന്നും, ഭാഗവതം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് 16,008 ഭാര്യമാരുണ്ടാകുമെന്നും, മഹാഭാരതം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മഹാഭാരത യുദ്ധമുണ്ടാകുമെന്നും പറഞ്ഞപ്പോൾ വീട്ടിലിരുന്ന് ബുക്കെടുത്തുകൊണ്ട് ആരും കാണാതെ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ കൊണ്ടുപോയി വെച്ച മഹാത്മാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടതൊക്കെ. വീട്ടിലൊരു ചിത്രവും ഒരു പ്രതിമ പോലും നമ്മൾ വെക്കില്ല. എന്താണ്? നമുക്ക് പേടിയാണ്. എന്നിട്ട് ആ ഭഗവാനെയും ഭഗവതിയെയും കാണാനായിട്ട് നമ്മൾ ഓടി വരികയാണ്. ഈശ്വരനും ഒരു ഈശ്വരിയും നമ്മളെ ഒരിടത്തും ഒരു കാലത്തും മോശമായിട്ട് നമുക്കൊരു ദോഷങ്ങൾ ഉണ്ടാക്കി തരുന്നില്ല. അങ്ങനെ തരാനുള്ളവരല്ല അവരാരും. അങ്ങനെ തരാത്തത് കൊണ്ടാണ് അവരെ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത്. അമ്പലത്തിൽ പല കൃഷ്ണന്റെ വിഗ്രഹങ്ങളും കണ്ടിട്ടുണ്ട്, ഓടക്കൊടിൽ കാണത്തില്ല. ആരോ പറഞ്ഞു കൊടുത്തു. ഒരിടത്ത് ഒരു സപ്താഹം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, കൊല്ലത്തൊരു സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ കൊണ്ടുവന്നൊരു നോട്ടീസ് കൊടുത്തത്. എല്ലാ വീടുകളിലും കൊണ്ടുവന്ന് ആരോ കൊണ്ടുപോയി കൊടുത്ത നോട്ടീസാണ്. വീട്ടിലെ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ ഓടക്കുഴൽ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഐശ്വര്യത്തെ ഭഗവാൻ ഊതിക്കളയുമെന്ന്. എന്നാൽ പിന്നെ കൗരവ സദസ്സിൽ ചെന്ന് ഭഗവാൻ ഇത്രയും യുദ്ധം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. എന്തായിരുന്നു ഓടക്കുഴലെന്ന്, അല്ലെങ്കിൽ ഓടക്കുഴൽ നാദം എന്തിനായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും ഭാഗവതം നന്നായി വായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ആൾ പറയില്ലായിരുന്നു. പറഞ്ഞത് പോകട്ടെ, അതെന്ത് കാരണത്താൽ പറഞ്ഞു പോട്ടെ. ഇത് വായിച്ചവൻ വീട്ടിലിരുന്ന വിഗ്രഹത്തിലെ എല്ലാം ഓടക്കുഴൽ ഊരിക്കളയും. ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയും കാലം 40 സപ്താഹം കാണാൻ പോയ ആളാണ്. വീടിന് ചുറ്റുമുള്ള 40 അമ്പലങ്ങളിലെ സപ്താഹങ്ങൾക്ക് പോയി പങ്കെടുത്തവരാണ് വന്ന് ഭഗവാന്റെ ഓടക്കുഴൽ ഊരി എടുത്തുകൊണ്ടേ കളയും. പിന്നെ എന്തിനാണ് ഈ യജ്ഞങ്ങൾ കണ്ടതും യജ്ഞത്തിൽ പങ്കെടുത്തതുമെല്ലാം? ആത്മപരിശോധന നടത്തപ്പെടേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. കഥ കേൾക്കാനും അന്നദാനത്തിൻ്റെ ഭാഗമാകാനുമൊക്കെയാണ് നമ്മളിൽ ഓരോരുത്തരും പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുള്ളതല്ല യജ്ഞങ്ങൾ. ഇതെല്ലാം വേണം, എല്ലാ കാര്യങ്ങളും ക്ഷേത്രങ്ങളിൽ വേണം. ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് 5 കൂട്ടം കാര്യങ്ങളുണ്ട്. 5 കൂട്ടം കാര്യങ്ങളും കൃത്യമായി വേണമെന്ന് തന്നെയാണ്. ആചാര്യസ് തപസാമനായ ജപേന നിയമേന ഉത്സവ അന്നദാനേന ക്ഷേത്രാഭിവൃദ്ധിസ്തു പഞ്ചഥ. ആചാര്യൻ്റെ തപസ്, ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഉപാസന, ആചാര്യ തപസാമനായ ജപേന നിത്യമുള്ള പൂജകൾ, ജപേന നിയമേന. ഓരോ ക്ഷേത്രത്തിനും ഓരോ നിയമവ്യവസ്ഥകളുണ്ട്. ഒരു ക്ഷേത്രമുണ്ടായാൽ ആ ക്ഷേത്രത്തിന് എന്താണ് നിയമവ്യവസ്ഥയെന്ന് പ്രതിഷ്ഠാനന്തരം അവിടെ സമർപ്പിക്കും. ആ ഭഗവതിയുടെ മുമ്പിൽ ഒരു നിയമ, ഈ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ക്ഷേത്ര ആരാധന നടത്തുന്നത് എന്ന് വളരെ കൃത്യമായി
ഭഗവതിയുടെ മുമ്പിൽ വായിച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കും. ലോകാനുഗ്രഹത്വാർത്ഥം സ്തുതീഭവ സുഖായന എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷ്ഠാനന്തരം സ്തോത്രാവാഹന എന്ന് പറയുന്നൊരു കർമ്മമുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൻ്റെ തന്ത്രി, ക്ഷേത്ര മേൽശാന്തിയും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ഈ ദേവതയെ നിത്യം എങ്ങനെ ഞങ്ങൾ പരിപാലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് അത് ആ ഭഗവതിയുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കും ഭഗവാനെ. അതിന് പറയുന്ന പേരാണ് പഠിത്തരം. എല്ലാ ക്ഷേത്രത്തിനും ഒരു പഠിത്തരമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭഗവതി ആരാണ്? ഇവിടെ ഇരിക്കുന്ന ഭഗവതി ആരാണ്? ആരാണ്? തേവലശ്ശേരിയമ്മ. അതാണ്. എന്തോ ഭദ്രകാളി. ഏത് ഭദ്രകാളിയാണ്? ഭദ്രകാളി രണ്ട് വിധമാണുള്ളത്. ശിവയുണ്ട്, ശിവസുതയുണ്ട്. പാർവതി ഭദ്രകാളി ആയിട്ടുണ്ട്, ഭഗവാന്റെ മകളായിട്ടും ഭദ്രകാളി ഉണ്ടായിട്ടുണ്ട്. ശിവയാണോ ശിവസുതയാണോ? ശിവയാണ്. കാരണം അപ്പുറത്ത് ശിവൻ ഇരിക്കുന്നതുകൊണ്ടാണ്. പാർവതിയാണ് ഭദ്രകാളിയായിട്ടുള്ളത് ഇവിടെയുള്ളത് എന്നുള്ളതിന് എന്താണ് തെളിവ്? അതോ ശിവന്റെ മകളായിരിക്കുന്ന ഭഗവതിയാണ്, ഭദ്രകാളിയാണ്? ഭഗവതിക്ക് എത്ര കൈകളുണ്ട് ഇവിടെ? അത് കണ്ണാടിയുമ്പോൾ ആയതുകൊണ്ട് കൈയൊന്നും ഇല്ലാത്തതാണ് അല്ലേ? കണ്ണാടിയുമ്പോൾ ആണ് ഇവിടെ പ്രതിഷ്ഠ അല്ലേ? ആണോ? ആണോ അല്ലയോ? എങ്ങനെയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്? പ്രതിഷ്ഠ രണ്ട് വിധമാണ്. സാകാര ബിംബം, ആകാരത്തോടു കൂടിയുള്ള ബിംബം. തിരുവാറന്മുള ആകാരത്തോടു കൂടിയുള്ള ബിംബമാണ് അല്ലേ? ഒരു രൂപമുണ്ട് ഭഗവാൻ. ആകാരമില്ലാത്ത ദേവീഭാവത്തിൽ വരുമ്പോൾ അത് കണ്ണാടി ബിംബമായി മാറും. കണ്ണാടി ബിംബമാണ് ഇവിടെ പ്രതിഷ്ഠ അല്ലേ? ആണോ അല്ലയോ? ആയിരിക്കും അല്ലേ? ആണോ? അത് ആരാണ്? ആ ഭഗവതി, അകത്തിരിക്കുന്ന ഭഗവതി ആരാണെന്നേ? ശിവയാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ശിവയാണോ ശിവസുതയാണോ എന്ന്. നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. നമ്മുടെ കുഞ്ഞ് നമ്മളോട് ചോദിക്കുകയാണ് ഇവിടെ ഇരിക്കുന്നത് ആരാണ്? ആ ഭദ്രകാളിയാണ്. അതെന്തുവാണ് ഭദ്രകാളി? ഭദ്രകാളി എന്ന് വെച്ചാൽ എന്താണ്? ഭദ്രതയെ നൽകുന്ന ആളാണ്, സംരക്ഷിക്കപ്പെടുന്ന ആളാണ്. ആ ഭഗവതിയുടെ രൂപം എങ്ങനെയാണ്? ആ ഭഗവതിയുടെ രൂപം എങ്ങനെയാണ്? തേവലശ്ശേരി ഭഗവതിയുടെ രൂപം എങ്ങനെയാണെന്ന് ദൂരെയുള്ള കൊരമ്പാലയുള്ള ഞാൻ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് എന്തോ പറയുന്നേ? ഓ, പിന്നെ ഇതൊക്കെ ആരും ഏതാണ്ട് അന്വേഷിക്കാൻ പോകുന്നു. ഇതിനൊന്നിനും നമുക്ക് സമയമില്ല. നിങ്ങളാ മറുപടി പറയണ്ടേ? നിങ്ങൾ അന്വേഷിക്കണം. നമുക്കൊരു ദേവതയെ കാണുമ്പോൾ അത് ഇന്ന ദേവതയാണ്, ആ ദേവതയുടെ രൂപം നമ്മുടെ മനസ്സിൽ വരണ്ടേ? വരണോ വേണ്ടയോ? എൻ്റെ തേവലശ്ശേരി ഭഗവതി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുവാ വരുന്നേ? അമ്പലം വരും, കൗണ്ടർ വരും, കൗണ്ടറിൽ ഇരിക്കുന്നവർ വരും, പിന്നെ വരുന്ന അവിടുത്തെ തിരുമേനി. എന്തോ? ഏതമ്മയുടെ? അതേത് ഭദ്രകാളിയാണെന്ന് ചോദിച്ചത്? അല്ലമ്മേ, ഞാൻ ചോദിച്ചതല്ല. നമ്മുടെ കുഞ്ഞ് ചോദിക്കുകയാണ് എൻ്റെ മനസ്സിലൊരു രൂപം വേണ്ടേ? നമുക്കൊരു രൂപം പറഞ്ഞു കൊടുക്കണമല്ലോ. നമ്മുടെ കുഞ്ഞിന് നമ്മൾ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കുഞ്ഞ് ചോദിക്കുകയാണ് ആ ഭഗവതി എങ്ങനെ ഇരിക്കും? ഇപ്പോൾ സരസ്വതി ദേവി എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് സരസ്വതി ദേവി വീണ മീട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. 4 കൈകളുണ്ട്. ഒരു കയ്യിൽ ജപമാലയുണ്ട്, ഒരു കയ്യിൽ വേദങ്ങളുണ്ട്. അറിവാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അറിവ് ഒരു മാലയിലെ മുത്തുപോലെ നമുക്ക് എന്നും ഇങ്ങനെ തിളങ്ങി നിൽക്കണം. അത് നിലനിൽക്കുന്നത് ഒരു വീണയുടെ വീണം പോലെ നമ്മളിൽ ഇങ്ങനെ അണുവിടാതെ ഒരണപൊട്ടി ഒഴുകുന്നത് പോലെ ഈ അറിവുകൾ നമ്മളിൽ നിന്നും പുറത്തോട്ട് പോകണം. അതുകൊണ്ടാണ് സരസ്വതി ദേവിക്ക് അങ്ങനെ ഒരു രൂപം. അതുകൊണ്ട് പഠിക്കുന്നവർ വിദ്യാഭ്യാസത്തിൻ്റെ ദേവതയായിട്ട് സരസ്വതി ദേവിയെ കാണുന്നത് അറിവാകുന്ന വേദവും
മാലയാകുന്ന ബലവും ഉണ്ടെങ്കിൽ മാത്രമേ വീണയിലെ താളം പോലെ ഇടതടവില്ലാതെ നമ്മളിൽ ഈ അറിവ് ഇങ്ങനെ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് സരസ്വതി ദേവിയെ പൂജിക്കുന്നത്, ഭജിക്കപ്പെടേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഭദ്രകാളി എന്ന് പറയുന്നത് ഭദ്രതയെ നൽകുന്ന ആളാണ്, നമ്മളെ രക്ഷിക്കപ്പെടുന്ന ആളാണ്. ആ രക്ഷിക്കപ്പെടുന്ന ഭഗവതി ഏത് രൂപമാണ്, എത്ര കൈയുണ്ട്, കയ്യിൽ എന്തെല്ലാം ആയുധമുണ്ട്, ഈ ആയുധങ്ങളിൽ എന്തെല്ലാമാണ്, അതെന്തിനാണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇന്നത്തെ കുട്ടികൾ ചോദിക്കും. പണ്ടാണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ല. ഇവിടെയും ഭദ്രകാളിയാണ്, തിരുവഞ്ചാങ്കാവിലും ഭദ്രകാളിയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും രണ്ടാണ്. എന്തിനാണ് രണ്ട് അപ്പുറവും ഇപ്പുറവും രണ്ട് ഭദ്രകാളി ക്ഷേത്രങ്ങൾ? അതിനെന്തെങ്കിലും ഒരു പ്രാധാന്യമുണ്ടാകും. ആ പ്രാധാന്യമാണ് തേവലശ്ശേരിയുടെ മഹത്വം, തിരുവഞ്ചാങ്കാവിലമ്മയുടെയും മഹത്വം. അപ്പോൾ നമുക്ക് മനസ്സിലാകും, തിരുവഞ്ചാങ്കാവിലമ്മയും തൊഴണം, തേവലശ്ശേരി ഭഗവതിയെയും തൊഴണം, പൊന്നുംതോട്ടത്ത് ഭഗവതിയെയും തൊഴണം, ആറന്മുള ഭഗവാനെയും തൊഴണം. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഇവരെല്ലാം ആവശ്യമുള്ളവരാണ്. ഇവരെല്ലാം നൽകുന്ന ഫലങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഇവരോരോരുത്തരും നൽകുന്ന ഫലങ്ങൾ വ്യത്യസ്തമാണ്. അവയെ പരിപൂർണമായി ഉൾക്കൊള്ളപ്പെടേണ്ടവരാണ് നമ്മൾ. അറിവുകൾ സ്വീകരിക്കപ്പെടുന്ന സഗുണോപാസന കേന്ദ്രങ്ങളായി നമ്മളുടെ ദേവാലയങ്ങൾ മാറണം. പക്ഷേ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തേ കാണത്തുള്ളൂ? ഷർട്ടും ബനിയനും ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറരുത്, ചന്ദനം ഭിത്തിയിൽ തൂക്കരുത്, വഴിപാടുകൾക്ക് രസീത് നിർബന്ധമായും എടുക്കണം, കാണിക്കകൾ വഞ്ചിയിൽ മാത്രം നിക്ഷേപിക്കുക, വഴിപാടുകളുടെ വിലവിവരണ പട്ടികയും ഒക്കെ ഉണ്ടാകും. ഇവിടെ ഇതാണ് പ്രതിഷ്ഠ എന്ന് ഉള്ള ഒരു ക്ഷേത്രമെങ്കിലും പറയാം. അന്യനാട്ടിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരാൾ ഇവിടെ ആരാണ് പ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ദേവതകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, അവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ അവരെങ്ങനെ അറിയും? എൻ്റെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പോകാനേ അവർക്ക് സാധിക്കത്തുള്ളൂ, അല്ല ഉള്ളൂ. അത് പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും മാറും. അതാണ് അതിൻ്റെ ഫലം. നമ്മൾ അറിയണം. നമ്മളത് അന്വേഷിക്കാത്തത് കൊണ്ടാണ് നമ്മളിതറിയാത്തത്. നമ്മളെപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഈ ഭഗവതിക്ക് എത്ര കരങ്ങളുണ്ട്, ആ കരങ്ങളിൽ എന്തെല്ലാമാണുള്ളത് എന്ന് നമ്മളിൽ എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? അറിയേണ്ടവരല്ലേ നമ്മൾ ഓരോരുത്തരും? അതറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുവാൻ. എങ്കിലേ ആ ഭഗവതിയെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അറിഞ്ഞതുകൊണ്ട് കാര്യമാകുന്നില്ല, അത് മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കപ്പെടൂ. ഭദ്രകാളിയുടെ ഒരുപാട് രൂപഭാവങ്ങളുണ്ട്. ഇപ്പം കാളിമേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം കേടകപാലദാരിക ശിരസ്കൃത്വ കരാഗ്രേഷുജ ഭൂതപ്രേത വിശാജുമാതൃസഹിതാം മുണ്ടസൃജാലങ്കൃതാം വന്ദേ ദുഷ്ടമസൂരികാദിവതാം സംഹാരികാമീശ്വരി. അതാണോ? പല വിധത്തിലുള്ള ധ്യാനങ്ങളുണ്ട് ഭദ്രകാളിക്ക്. 4 കൈകളുള്ളവരുണ്ട്, 8 കൈകളുള്ളവർ, 8 കൈയുള്ള ഭദ്രകാളിയുണ്ട്, 16 കൈയുള്ള ഭദ്രകാളിയുണ്ട്. അങ്ങനെ എത്ര കൈകളുള്ള ഭദ്രകാളി, അതത്രയും അതിൻ്റെ പവിത്രതയും പരിഭാവനയും മഹത്വവുമാണെന്ന് നമ്മൾ അറിയണം. അതിലെ ഓരോ കരങ്ങളിൽ നിന്നും ഉള്ളതിൻ്റെ പ്രാധാന്യം അറിയണം. ദുർഗയും ഭദ്രയും ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ ആരാണ് എന്ന് നമ്മൾ നന്നായി അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുവാൻ നമുക്ക് ജീവിതത്തിൽ നമുക്ക് സാധിക്കപ്പെടണം. അത് സാധിക്കപ്പെടുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്, ഒരു ദേവത ഏതാണോ ആ ദേവത, ഒരു ക്ഷേത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത്, പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ഏത് ദേവതയാണോ ആ ദേവത ഏതാണെന്ന് അറിഞ്ഞു മനസ്സിലാക്കി നമ്മൾ ഭജിക്കപ്പെടണം. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണം. എന്നിട്ട് എന്താ അത് വേണ്ടാത്തതായിപ്പോയി? നമുക്ക് ദേവിയെ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴാണ് ദേവിയെ ചിന്തിക്കുന്നത്? വ്യാഴാഴ്ച ചിന്തിക്കില്ലേ? നാളെ വെള്ളിയാഴ്ച അമ്പലത്തിൽ ഒന്ന് പോകണം.
നാളെ ഒന്ന് അമ്പലത്തിലൊന്ന് പോകണം, വെള്ളിയാഴ്ച എന്ന അത്യാവശ്യം എല്ലാ വെള്ളിയാഴ്ചയും അമ്പലത്തിലൊന്ന് പോകണം. ഭഗവതിക്ക് വെള്ളിയാഴ്ചയൊന്നുമില്ല. എന്തിനാണ് വെള്ളിയാഴ്ച ഭഗവതിയെ കാണാൻ പോകുന്നത്? ഭഗവതി പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളിയാഴ്ചയാണ് എന്ന്? എന്തിനാണ് എല്ലാ ഈ പ്രത്യേക ദിവസങ്ങളിൽ ഭഗവാനെ കാണാൻ, ഭഗവതിയെ കാണാൻ? വ്യാഴാഴ്ച ആറുമ്പോൾ എന്തൊരു തിരക്കാണല്ലേ? എന്തിനാണെന്ന് ഈ വ്യാഴാഴ്ച പോയി തള്ളുന്നേ? നമ്മൾ എന്തുകൊണ്ടാണ് തിരക്ക് ഉണ്ടാക്കുന്നത്? വ്യാഴാഴ്ച ദിവസം വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ, വെള്ളിയാഴ്ച ദിവസം ദേവിയുടെ ക്ഷേത്രത്തിൽ, ബുധനാഴ്ച ദിവസം കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ, ശനിയാഴ്ച ദിവസം ശിവൻ്റെ ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലൊക്കെ ഈ തിരക്കുണ്ടാക്കുന്നത് എന്തിനാണെന്നേ? നമ്മുടെ കുഞ്ഞ് ചോദിക്കുകയാണ് ഈ ദിവസം തന്നെ പോകണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അങ്ങനെ ചോദിക്കത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ? ചോദിക്കും. അത് ചോദിക്കാനുള്ള കഴിവുള്ള കുട്ടികളാണ്. കാരണം ഉത്തരങ്ങൾക്കല്ല പ്രാധാന്യം, നല്ല ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം. നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് ഇന്നത്തെ കുട്ടികൾ. അതുകൊണ്ടാണ് പലപ്പോഴും പല കുട്ടികളെയും നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകാത്തത്. അവന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവൻ്റെ കിസ്മത്ത് ചോദ്യങ്ങൾ ചോദിക്കും. അവസാനം അവിടെ നിൽക്കുന്ന നമ്മളോട് നാണം കെടും. അതുകൊണ്ട് മിണ്ടാതെ അവനെ കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിക്കുന്ന എത്രയോ മാതാപിതാക്കൾ. അവർ ചോദിക്കുന്നത് അവർക്കറിയാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നു. പഴയ കാലമല്ല, വിശാലമായിരിക്കുന്ന അറിവുകൾ പടർന്നു കിടക്കുന്ന ഒരു കാലത്ത് നിൽക്കുന്ന വളരുന്ന കുട്ടികളാണവർ. അവർക്ക് യഥാർത്ഥമായിരിക്കുന്ന അറിവുകളെ പകർന്നു കൊടുക്കുവാൻ സാധിക്കപ്പെടുന്നതായി നമ്മളുടെ ദേവാലയങ്ങൾ മാറപ്പെടാത്തത് കൊണ്ടാണ് മറ്റുള്ള എല്ലാ ദേവാലയങ്ങളിലും ഈ അറിവുകൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഞായറാഴ്ചയുണ്ടെങ്കിൽ ആ ഞായറാഴ്ച ദിവസം എല്ലാവരും കുടുംബസമേതം പള്ളിയിൽ പോയി കുർബാനയിൽ നിർബന്ധമായും പങ്കെടുക്കും, ഇല്ലേ? ഞായറാഴ്ച ദിവസം നമുക്കറിയാം നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ എന്തായിരുന്നാലും അന്ന് അവരെ ഒരു കാര്യത്തിനും കിട്ടില്ല, അവരെല്ലാവരും പള്ളിയിൽ പോകും. അത് അവരുടെ മഹത്വമാണ്. ഒരു ദിവസം 5 നേരം നിസ്കരിക്കുവാൻ യാതൊരു മടിയുമില്ലാതെ, ഏത് വലിയ തിരക്കുള്ള ജോലി ഉണ്ടെങ്കിൽ പോലും മുതലാളിയും തൊഴിലാളിയും ഒരുപോലെ നിന്ന് തൻ്റെ കൈകാലുകൾ നന്നായി കഴുകി വൃത്തിയാക്കി ചെന്നിരുന്ന് ഒരുപോലെ വളരെ കൃത്യമായി ഇരുന്നുകൊണ്ട് അവർ ഒരു ദിവസം 5 നേരം നന്നായി നിസ്കരിക്കുന്നത് ആ നിസ്കാരത്തഴമ്പ് അഭിമാനമായി കാണുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നിറങ്ങുമ്പോൾ നെറ്റിയിൽ തൊട്ടിരിക്കുന്ന ചന്ദനം തൂത്ത് കളയുന്നവരായി നമ്മൾ മാറപ്പെടും. ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ പറയാം ചന്ദനം അങ്ങ് തുടച്ചു കളഞ്ഞേക്കാൻ. അതാണ് നമ്മൾ. തൊട്ടിരിക്കുന്ന ചന്ദനവും സിന്ദൂരവും കരിപ്രസാദവും എല്ലാം തുടച്ചു കളയുന്നവരായി നമ്മൾ മാറും. 10 പേര് പോകുന്നിടത്ത് ചന്ദനവും, ഇനിയിപ്പോൾ ചന്ദനവും സിന്ദൂരവും കരിപ്രസാദവും ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ വേണ്ടാന്ന് വിചാരിച്ച് ഇതെല്ലാം തുടച്ചു കളയുന്നവരാണ്. നമ്മൾ ഒരൊറ്റ കുഞ്ഞുങ്ങൾ ചന്ദനം തൊടുത്തില്ലല്ലോ, തൊടുവോ? ഇല്ല. പക്ഷേ തൻ്റെ ശരീരത്തിൽ കൊന്തയണിഞ്ഞുകൊണ്ട് തൻ്റെ വസ്ത്രങ്ങൾ, മതപരമായ വസ്ത്രങ്ങൾ അഭിമാനത്തോടുകൂടി അണിഞ്ഞുകൊണ്ട് റോഡിലൂടെ മന്ദം മന്ദം നടന്നു പോകുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറുണ്ട്. അഭിമാനകരമായി തന്നെ തൻ്റെ സംസ്കാരത്തെ കൊണ്ടു നടക്കുന്നു. അറിവുകൾ ലഭിക്കേണ്ട സമയത്ത് ലഭിക്കേണ്ട വിധത്തിൽ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഇവയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളിലാരും മനസ്സിലാക്കാം. അത് മനസ്സിലാക്കപ്പെടണം നമ്മൾ ഓരോരുത്തരും. അതിനാകണം നമ്മളുടെ യജ്ഞങ്ങൾ ഓരോന്നും. യജ്ഞത്തിൽ പോയിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യജ്ഞത്തിൽ പോയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഥയൊക്കെ കേട്ടു, പിന്നെ വഴിപാടൊക്കെ കഴിച്ചു, പ്രസാദമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നും ഭക്ഷണം ഉണ്ടായിരുന്നു, ഇന്നും ഭക്ഷണം ഉണ്ടായിരുന്നു, പക്ഷേ രസവും മോരുമായിരുന്നു. സാധാരണ പുളിശ്ശേരിയുടെ കൂടെയാണ് രസം, സാമ്പാറിൻ്റെ കൂടെയാണ് എന്ത്, മോര്, അല്ലേ? ഇന്ന് രസവും മോരും കൂടെ ആയിരുന്നു. എനിക്കതേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിനെപ്പറ്റി ചർച്ച ചെയ്യപ്പെടുന്നവരായി നമ്മൾ മാറി. ഓരോ കാര്യങ്ങളും നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഭാഗമായി മാറപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും സാധിക്കപ്പെടണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തവരാണ്. ഒറ്റ വർഷം കൊണ്ട് നമ്മൾ എത്രയോ വലിയ മാറ്റങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുത്തി. അതോടൊപ്പം തന്നെ നമ്മളുടെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, നമുക്ക് സാമൂഹികമായിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മളുടെ മാനസികമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തപ്പെടാനും നമുക്ക് സാധിക്കപ്പെടണം. അതുണ്ടാകുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തീയ സഹോദരങ്ങളുടെ മതഗ്രന്ഥം ഏതാണ്?
ഏതാണ്? ബൈബിളാണ്. ഇസ്ലാം മതത്തിൻ്റെ മതഗ്രന്ഥം ഏതാണ്? ഖുറാനാണ്. ഹിന്ദുവിൻ്റെ മതഗ്രന്ഥം ഏതാണ്? ഉപനിഷത്തുകളൊന്നുമില്ല, വേദങ്ങൾ മാത്രമേ. ഈ വേദം കണ്ടിട്ടുണ്ടോ? ബൈബിളും കണ്ടിട്ടുണ്ട്, ഖുറാനും കണ്ടിട്ടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇല്ലേ? ഈ വേദങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര വേദങ്ങളുണ്ട്? എത്ര വേദങ്ങളുണ്ട്? 4 വേദങ്ങളില്ല, വേദം ഒന്നേ ഉള്ളൂ. അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് തന്നെ 4ആയിട്ട് പകുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാരാണ് പകുത്തത്? അതുകൊണ്ടാണ് പകുത്ത ആളിനെ എന്ത് പറയുന്നത്? വേദവ്യാസൻ എന്ന് പറയുന്നത്. വേദം എന്നുള്ളത് ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സരസ്വതി ദേവിയുടെ കയ്യിൽ ഒരു വേദമുള്ളൂ, അല്ലെങ്കിൽ 4 ബുക്ക് പിടിക്കണ്ടേ? വേദം ഒന്നേ ഉള്ളൂ. വേദങ്ങളിലെ കാര്യങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് അവയെ 4ആയി പകുത്ത് വെച്ചിരിക്കുകയാണ്. ഋഗ്വേദമെന്നും യജുർവേദമെന്നും സാമവേദമെന്നും അഥർവവേദമെന്നും 4ആയി പകുത്തിരിക്കുകയാണ്. ആ പകുത്തിരിക്കുന്ന ഹൈന്ദവ വിശ്വാസത്തിലുള്ള ആ വിശ്വാസികളായിരിക്കുന്ന നമ്മളുടെ മതഗ്രന്ഥമായിരിക്കുന്ന വേദം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കേണ്ടവരാണ് ഓരോരുത്തരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വേദത്തിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നുവെന്നും വേദം എന്തുകൊണ്ടാണ് നമ്മളുടെ മതഗ്രന്ഥമായി കാണുന്നതെന്നും നമുക്കപ്പോഴേ മനസ്സിലാകും. അപ്പം എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും നമുക്ക് ജീവിതത്തിൽ സാധിക്കും. പരിവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആ മാറ്റങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്. ഓരോ വർഷം കഴിയുന്തോറും നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, നല്ല നല്ല പരിവർത്തനങ്ങൾ ഉണ്ടാകണം. അത് വീടിൻ്റെ വാർപ്പുണ്ടാക്കുന്നതോ വീടിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുകയോ അല്ല, നമ്മൾ അണിയുന്ന ആഭരണങ്ങളുടെ വസ്ത്രങ്ങളുടെ മാറ്റങ്ങളല്ല, മറിച്ച് ആധ്യാത്മികമായ മാനസികമായിരിക്കുന്ന വളർച്ചകളാണ് നമുക്കുണ്ടാകേണ്ടത്. ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. ഇത് കഴിഞ്ഞല്ലോ ഞാനൊന്ന് പറഞ്ഞതാണ് അല്ലേ? ആർക്കറിയാം? മാറ്റങ്ങൾ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ വീടുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി ഒരു വർഷം. ഇവിടെ അത് പിന്നെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. നിസ്സാര മാറ്റങ്ങളൊന്നുമല്ല, വലിയ വലിയ മാറ്റങ്ങളാണ്. ഒരു 10 വർഷം കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഒരു വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിലുണ്ടായത്. അത് നിങ്ങളുടെ കഠിനമായിരിക്കുന്ന പ്രയത്നം കൊണ്ട് തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവും. കൂടുതൽ കൂടുതൽ മാറ്റങ്ങളിലേക്ക് ചിന്തിക്കപ്പെടണം നമ്മൾ ഓരോരുത്തരും. അതിന് സാധ്യമാകുന്നതായി മാറട്ടെ ഓരോ ദിവസങ്ങളും. ഇനി അടുത്ത വർഷവും ഒരു നവാഹം ഉണ്ടാകും. ആ നവാഹ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, അന്നേരം ഇത് കേൾക്കാതെ അന്നേരം പറയുവാൻ നമുക്ക് സാധ്യമാകണം. 4 വേദങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്, അതിലെ ഒരു പേജെങ്കിലും, അതിലെ ഒരു മന്ത്രമെങ്കിലും ജപിക്കുവാൻ നമുക്ക് സാധ്യമാകണം. വേദത്തിലെ മന്ത്രങ്ങൾ ജപിക്കുന്നതൊന്നും തെറ്റല്ല, വേദമന്ത്രം ജപിക്കുന്നതൊന്നും തെറ്റല്ല. ആരൊക്കെയോ പറഞ്ഞത് വേറൊരു തലത്തിലേക്കാക്കിയതാണ്. മന്ത്രങ്ങളെല്ലാം ജപിക്കപ്പെടാനുള്ളതാണ്. മന്ത്രങ്ങൾക്കുള്ള ശക്തി നമ്മൾ അനുഭവിച്ചറിയണം. അതറിഞ്ഞ് മനസ്സിലാക്കി വേണം മന്ത്രങ്ങൾ ജപിക്കാൻ എന്നേ ഉള്ളൂ അതിനകത്ത് വ്യത്യാസം. അത് നന്നായി മനസ്സിലാക്കി കുടുംബസമേതം ഒരുമിച്ചിരുന്ന് 2 പേരും കൂടി ഐക്യമത്യ സൂക്തവും സംവാദ സൂക്തവും ഒക്കെ നമ്മൾ ജപിക്കണം. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ട പരസ്പരം ഐക്യമാണ്. അത് മാനസികമായിരിക്കുന്ന ഐക്യമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ആ മാനസികപരമായിരിക്കുന്ന ഐക്യമുണ്ടാകാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. വീടുകളിൽ നമ്മൾ പറയണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ കുട്ടികളോടും നമ്മുടെ വീട്ടിലുള്ളവരോടും പറയണം. ആദ്യമൊക്കെ ബഹളമൊക്കെ ആയിരിക്കും. കാരണം എന്താണ്? നമ്മളാരും കണ്ടിട്ടില്ല നമ്മുടെ വീട്ടിൽ അങ്ങനെ ആരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നൊന്നും കണ്ടിട്ടില്ല. പണ്ട് പേടിച്ചിട്ടാണെങ്കിലും നമ്മൾ പോയിരുന്ന് നാമം ജപിക്കുമായിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കിലും അതൊന്നും നടക്കത്തില്ല. നമ്മളൊട്ടും നിർബന്ധിക്കാനും പോകത്തില്ല. അപ്പം അതൊക്കെ മാറണം. മാറ്റി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ 3-ാം ദിവസം ഇന്ന് ഭഗവത്പാദങ്ങളിൽ പരിപൂർണമായി നാമജപ ദീപാരാധന